Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Okay, we can start. ആരെങ്കിലും പ്രേയർ റെഡി ആയിട്ടുണ്ടോ? കുട്ടികൾ ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും? Yes, please. ആരും റെഡി അല്ലെങ്കിൽ ഞാൻ തന്നെ. ആനന്ദയായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിൻ ഏകാധിപനേ നിയതമാരാധിപ്പു ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമ തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രം ആയോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ ഭ്രഷ്ടർ തൻ വഴിയുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു മേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഓക്കെ, മെസ്സേജ് കണ്ടോ? നല്ല പോസിറ്റീവ് മെസ്സേജ്. ഓൾവേസ് പോസിറ്റീവ് മെസ്സേജ് ആണ്. പക്ഷെ ഓക്കെ, ഫൈൻ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. 38 including me 39. ഓക്കെ, 30. എക്സാം ടൈം ഒക്കെ ആയി വരുന്നോണ്ടാണോ, പ്രേയറിന്റെ ടൈം ആയതുകൊണ്ടാണോ കുറെ പേരൊന്നും കാണാതെ? 3 ബാച്ച് അല്ലേ? 6, 7, 8. ഓക്കെ, ഇനി വി ക്യാൻ സ്റ്റാർട്ട്. സൂപ്പർവിഷൻ ആയിരുന്നു. സൂപ്പർവിഷന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ക്ലാസ്സില് സെമിനാർ പോസിബിൾ ആകില്ല. കാരണം നമ്മൾക്ക് എത്രയും പെട്ടെന്ന് പോർഷൻസ് തീർക്കാനായിട്ട് ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ us to conduct seminar in the class. But I assure that I will give you a slot in the time of Viva. Viva ടൈമിൽ ഒരു 2-3 minutes നിങ്ങളുടെ സെമിനാർ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു ടൈം തരാം. സോ വൈവയുടെ ടൈം ആവുമ്പോഴേക്കും എല്ലാവരും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ആ ഒരു ടൈമില് റിപ്പോർട്ട് റെഡിയാക്കുന്നതൊക്കെ അതിന് പറ്റിയില്ല, സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ആക്കി വെച്ചാൽ മതി. കാരണം ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ മാർക്ക് ലിസ്റ്റിൽ സെമിനാറിന്റെ മാർക്ക് ഇങ്ങനെ കാണും. അപ്പൊ അവര് ചോദിക്കുക എന്താണ് സെമിനാർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഹാർഡ് കോപ്പി വേണം. അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിന് ധൃതി പിടിക്കണ്ട. ബട്ട് ടോപ്പിക് നല്ലപോലെ ഇത് ഇഷ്ടമുള്ള ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. മിസ്സേ, എക്സാം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വൈവ ഉണ്ടാവുക?
എക്സാം കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞ 28-നായിരുന്നു MT5 വൈവ. 1-ാം തീയതി തുടങ്ങി അവരുടെ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്തു. മീൻസ് ഇന്നലെ തുടങ്ങി. മീൻസ് വൈവ സ്റ്റാർട്ട് ചെയ്തു, നോട്ട് പ്രാക്ടിക്കൽസ്, വൈവ സ്റ്റാർട്ട് ചെയ്തു. ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഒരു സെമിനാർ എടുക്കണത് സെമിനാർ എടുക്കുന്നത് നിങ്ങൾ റിട്ടേൺ ആയിട്ട് സൂക്ഷിക്കണം. ഒന്നുമില്ലെങ്കിൽ ഹാൻഡ് റിട്ടേൺ ആയിരിക്കണം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത കോപ്പി ആയിട്ടും സൂക്ഷിക്കാം. ഇതാണ് നല്ലത്. നമ്മൾ ചെയ്ത എഫേർട്ട് ഹാൻഡ് റിട്ടേണിലായിരിക്കും കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നത്. ഓക്കെ മാം, മെയിൻ എക്സാമിന് മുമ്പായിട്ട് പ്രാക്ടിക്കൽസ് ഉണ്ടാവോ? സാധാരണഗതിയില് നമ്മള് പ്രാക്ടിക്കൽസ് നേരത്തെ വെക്കാറുണ്ട്. പക്ഷെ ഒരു ബാച്ചിന് ഇതുപോലെ എഴുതി ആദ്യോ? മതി മതി ഇതിപ്പോ ഒരു 7 പേജ് ഉണ്ട്. മതി. കൺക്ലൂഷനും ഇൻട്രൊഡക്ഷനും കണ്ടന്റും എല്ലാം കൂടി. ഓക്കെ ഫൈൻ. നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനനുസരിച്ച് കണ്ടന്റ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഓക്കെ മിസ്. നമ്മള് നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ മതിയോ? അതാവുമ്പോ മിസ്സായി പോകാനുള്ള ചാൻസസ് കുറവാണല്ലോ. ഒരു അൺറൂൾഡ് ബുക്കിൽ ചെയ്താൽ മതിയോ? ആ ബുക്കിൽ പിന്നെ വേറൊന്നും ചെയ്യരുതെന്ന് മാത്രം. കാരണം വെച്ചാൽ നമുക്കിത് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ചെയ്ത സെമിനാർ ആണെന്ന് കാണിക്കാൻ പറ്റണമല്ലോ. അതിന് വേറെ പലതും എഴുതി വെച്ച് കഴിഞ്ഞാല് അതിനൊരു ഇല്ല, ബുക്കാവുമ്പേ പെട്ടെന്ന് മതി മതി. നമ്മളപ്പോ വൈവയ്ക്ക് സെമിനാർ നമ്മൾ കാണാണ്ട് പറയേണ്ടി വരുമോ? അത് നമുക്ക് നോക്കി പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ആദ്യമായിട്ടാണോ ക്ലാസ്സിൽ കയറുന്നത്? അതെ മാഡം, ഞാൻ കുറെ നാളായിട്ട് കേറാറില്ല. ബാക്കിയുള്ളവർ വിചാരിക്കണ്ടാവും എനിക്കെങ്ങനെ മനസ്സിലായി. എന്തുകൊണ്ടായിരുന്നു ചോദിച്ചത്? സെമിനാർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. കാണാതെയാണോ പറയണ്ടേന്ന് ചോദിച്ചോണ്ട്. സോറി, മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കപ്പ് ഇല്ല, ബൈഹാർട്ട് ഇല്ല. നിങ്ങൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് ആ കൺസെപ്റ്റ് ഇങ്ങനെ എടുക്കുകയാണ്. എന്നോട് എനിക്കൊരു ചോദ്യം വന്നു, വേറൊന്നും വാട്സാപ്പിൽ മെസ്സേജ് ആയിരുന്നു. മെയിൻ എക്സാം ടഫ് ആയിരിക്കുമെന്ന്. ഇഫ് യു ഹാവ് ദ കൺസെപ്റ്റ് ദെൻ നോ വറീസ്. ഇതായിരുന്നു ഞാൻ പറഞ്ഞ ആൻസർ. നമ്മൾക്ക് ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമ്മൾക്ക് എവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. കൺസെപ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. വൈവ സമയത്ത് വൈവയെ കുറിച്ച് ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ആ കൺസെപ്റ്റ് ഉള്ളവർക്ക് ആർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടാകില്ല. കാരണം അവർക്കറിയാം വൈവ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ. കാരണം ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കൺസെപ്റ്റ് ഇല്ലാതെ വൈവയ്ക്ക് വന്നിരുന്ന് ഞാൻ ഓരോന്ന് ചോദിക്കുമ്പോൾ എന്റെ മുന്നിലിരുന്ന് ഗൂഗിൾ ചെയ്തവർ വരെയുണ്ട്. ഞാൻ പറ്റിക്കപ്പെടുവാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് അഭിനയിച്ചു, എന്നെ പറ്റിച്ചു എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ പക്ഷെ അവസാനം ഞാൻ പറഞ്ഞു, കുഞ്ഞു ബേബി ഉണ്ട് പ്ലേ സ്കൂളിൽ പോകുന്നത്. അവസാനം ഞാൻ പറഞ്ഞു, ബേബീനെ പ്ലേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ നല്ല രീതിയിൽ ചെയ്യില്ലെങ്കിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നു. ഞാൻ ആ ഒരു കുട്ടിയുടെ അമ്മ എന്ന നിലയിൽ നിങ്ങൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് കണ്ടു. അതുപോലെ ഒരു 20-30 കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ ചെന്നു കഴിഞ്ഞാൽ ആ പാരന്റ്സ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യൂ. കാരണം എനിക്ക് മനസ്സിലായി മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് കയറിയിട്ടില്ല. 10 മിനിറ്റ് ഞാൻ അനുഭവിച്ച വിഷമം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു വൈവ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ആരുടെയും വൈവയിൽ എനിക്ക് ഈ പ്രശ്നം വന്നില്ലേ. ആ 10 മിനിറ്റ്സ് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നി. സത്യം പറഞ്ഞു, അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാല് ഒട്ടും അറിയില്ല, കൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യൂ. എന്നിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ദയവ് ചെയ്ത് എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ മിസ്, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് സാധാരണ ഒരു എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, ചിലപ്പോൾ ക്ലാസ്സിലും കയറില്ല, മീൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി ജോലിക്ക് പോകുന്നതല്ല. കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ്, ഒരു പ്രൊഫസറിനാകാം, വലിയ കുട്ടികളെയാ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു ഗൈഡ് മാത്രമാണ് അദ്ദേഹം. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറിലേക്ക് അവരെ മോൾഡ് ചെയ്യുവാണ്. അപ്പം എന്താ പറയാ, ഞാൻ ഈവൻ ആ ഒരു ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിൽ നിന്ന് ഞാൻ മാറി എനിക്ക് തോന്നിയതുകൊണ്ടാ.
പക്ഷെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു, അവർ ഭയങ്കര ഓക്കെ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുവാണ് എനിക്ക് എന്തോ കുറവുണ്ടെന്ന്. പക്ഷെ എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫീൽഡിലേക്ക് മാറിയത്. അല്ലെങ്കിൽ ഒരു സ്കൂൾ മുഴുവനും എന്നെ അതിന്റെ പവർ ഓഫ് അറ്റോണി എനിക്ക് തരാനായിട്ട് ആ സാറ് റെഡി ആയിരുന്നു. അതും പ്യുവർ മോണ്ടിസോറി സ്കൂളായിരുന്നു, ജാപ്പനീസ് മോഡലിലുള്ളത്, പറവൂരടുത്ത് തന്നെ. പക്ഷെ ഞാൻ അതിനെ ഒട്ടും എനിക്ക് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡേ വിട്ടത്. ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി കുട്ടികൾക്ക് എന്നെക്കാളും നല്ലൊരു ടീച്ചറെ കിട്ടണം, ഒരു നല്ലൊരു അവർക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുന്ന നല്ലൊരാളെ കിട്ടണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വഴിമാറിയത്. ഓക്കെ, എന്റെ ഫീൽഡ് എന്താന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അതാണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത്. അപ്പൊ നമ്മള് അവരുടെ ഫ്യൂച്ചർ മോൾഡ് ചെയ്യാനായിട്ടുള്ള ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നവരാ. സോ നമ്മൾ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണാതെ പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ആ ജോബിന് പോവുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ മെത്തേഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറാതെ നിങ്ങൾ ഒരിക്കലും ഈ ജോബിന് പോകരുത്. സോറി മാം, ഞാൻ സെമിനാർ നമ്മൾ ഇങ്ങനത്തെ നോക്കിയാണല്ലോ ചോദിക്കണേ. അത് പെട്ടെന്ന് വൈവിക്ക് ചോദിക്കുന്നു പറഞ്ഞപ്പോ പേടിച്ചു പോയി, അതേ ചോദിച്ചത്. വൈവ പേടിക്കേ വേണ്ട. വൈവ എനിക്ക് നിങ്ങളെ ഒന്ന് കാണാനും ഈ മെത്തേഡ് ഉള്ളിൽ കയറിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വൈവ എടുക്കണേ കേട്ടോ, വേറെ ഒന്നിനുമില്ല, പേടിപ്പിക്കാനും ഒന്നുമല്ല. എനിക്ക് 3 മാസമായിട്ട് എനിക്ക് ക്ലാസ്സിക്ക് ജോയിൻ ചെയ്യാനേ പറ്റണ്ടായില്ല. റെക്കോർഡ് ക്ലാസ് ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് നടക്കുന്നുള്ളൂ. വീട്ടില് മുഴുവൻ ആക്സിഡന്റ് കേസുകളുടെ ഒരു ബഹളായിരുന്നു. പിന്നേക്കും പിന്നാലെ എനിക്ക് കേറാനേ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ എക്സാമിൽ പറഞ്ഞോളൂ. ഇല്ല, അച്ഛനെ ബെഡ് റിഡനാണ്, അച്ഛനുണ്ട്. അപ്പൊ അമ്മയ്ക്ക് കൈയൊടിഞ്ഞ്, അനിയനും ആക്സിഡന്റ് ആയി, അവരും വന്ന്. പിന്നെ 2 കുട്ടികളും ഉണ്ട്, ഒരു രക്ഷയുണ്ടായില്ല. അനിയത്തിയുടെ കുട്ടിയുണ്ട്. അപ്പൊ എല്ലാരും വീട്ടിലായിരുന്നു. പിന്നെ ഞാൻ ഈ മോണ്ടിസോറി ചെയ്യണ കാര്യം ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല. അധികം സപ്പോർട്ടൊന്നും ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഞാൻ റൂമിലൊക്കെ കയറുന്ന സമയത്ത് രാത്രിയൊക്കെയാണ് റെക്കോർഡ് ക്ലാസ് ഒക്കെ കാണാറ്. അപ്പൊ റൂമിലും അവരുണ്ട്. അപ്പൊ തീരെ പറ്റുന്നുണ്ടായില്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് ഞാൻ MT7 ഞാൻ എല്ലാ ബാച്ചിലുള്ളവരോട് പറയുമായിരുന്നു. കുറെ പേർക്കൊന്നും ലൈവ് ക്ലാസ്സിൽ കയറാനോ റെക്കോർഡ് ക്ലാസ് കംപ്ലീറ്റ് കാണാനോ പറ്റാറുണ്ടാവില്ല. അപ്പൊ നിങ്ങളൊന്ന് ബ്രീഫ് ചെയ്യണേന്ന് ഞാൻ എല്ലാ ബാച്ചിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പേഴ്സണൽ ഗ്രൂപ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവറി ഡേ ക്ലാസ്സസ് അതിനകത്തൊരു ബ്രീഫിംഗ് ഉണ്ടാവും. അത് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറെ മനസ്സിലാകും. പിന്നെ യു ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. ഞാൻ കോളിന് ചിലപ്പോഴൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ മെസ്സേജസ് ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പോ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന ഉറപ്പിലാണ് ഞാൻ ചെയ്തത്. സാറിന് മെസ്സേജ് ചെയ്യാണ് ചെയ്തത്. എനിക്ക് ഇനി എഴുതാൻ പറ്റുമോ, ഞാനിനി ആദ്യം തൊട്ട് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇനിയാണ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് മെസ്സേജ് സാർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അത്യാവശ്യം പഠിച്ച് ചെയ്തോ, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോഴേക്കും കുറച്ച് അസൈൻമെന്റ് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. 7 അല്ലേ? 7ന്റെ എക്സാമിന്റെ ഡേറ്റ് കണ്ടല്ലോ? ഓ കണ്ടു. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷന്റെ ഡേറ്റും കണ്ടല്ലോ? 12-ാം തീയതി. പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോൾ വൈവ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ പ്രൊഫൈലിൽ കാണുന്നത് തന്നെയാണോ പേര്? ഗ്രീഷ്മ. ഓക്കെ, ഗ്രീഷ്മയ്ക്ക് വേണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് സ്ലോട്ട് വരുന്ന ടൈമിലേക്ക് ആക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോ ടൈം കിട്ടുമല്ലോ പറ്റുന്ന വൈവയ്ക്ക്. ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പിന്നെ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഒരിക്കലും സ്ട്രെസ്ഫുൾ ആയിട്ടിരുന്ന് ചെയ്താൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് കൺഫ്യൂഷൻ ആയിരിക്കും. നമുക്ക് ഭയങ്കരമായിട്ട് അതേസമയം കുറച്ചു നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് നമ്മളുടെ പ്രെയർ ഏതാണോ ആ പ്രെയറിലൂടെയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മിക്കവരും പല ഇല്ല, സ്ട്രെസ് എനിക്ക് കുറവാണ്. ഞാൻ യോഗയൊക്കെ ചെയ്യും, സമയം ഉണ്ടാക്കും. സ്ട്രെസ് ഇല്ല എനിക്ക്. ഞാൻ എല്ലാം നമ്മൾക്ക് ചെയ്യണം, നമുക്ക് ടൈം ഇല്ലാത്ത പ്രശ്നമുള്ളൂ. സ്ട്രെസ്സിന്റെ പ്രശ്നമില്ല. ഞാൻ ഒരുവിധം അതിന് ഇതാവും. പിന്നെ നമുക്ക് വർക്ക് ലോഡ് കൂടുതലാണല്ലോ. അനിയന്റെ കാലില് സർജറിയാണ്. അപ്പൊ അവൾക്കും പറ്റില്ല അവനെ നോക്കാൻ, അച്ഛനെ നോക്കാൻ അമ്മയ്ക്കും പറ്റില്ല. അപ്പൊ ഇവര് എല്ലാവരും ഞാൻ നോക്കണ്ടേ. ആ ഒരു ഭയങ്കര ഇത്. ചേട്ടന് വിടില്ല, ചേട്ടൻ പുറത്താണ്, അബ്രോഡാണ്. അപ്പൊ മൊത്തത്തിലൊരു പ്രശ്നം. അതിന് ഇപ്പോഴാണ് ഇപ്പൊ അവര് വീട്ടിൽ പോയി മാറി, അമ്മേരെയും പ്ലാസ്റ്റർ എടുത്തു.
ഇപ്പൊ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. അല്ലേ? സോ യൂണിവേഴ്സ് ആ, പ്രിപ്പയർ ചെയ്ത് വിട്ടിരിക്കുക ഗ്രീഷ്മനെ ഇതൊക്കെ ചെയ്യാനുള്ള ആളാണ്, അതിന്റെ കൂടെ ഇരിക്കേ ഉള്ളൂ. അപ്പൊ അതിനുള്ളൊരു സപ്പോർട്ടാട്ടോ നമ്മുടെ ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇതെന്ന് വെച്ചാൽ ഇനിയിപ്പൊ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫായിരിക്കും, കാരണം അത്രയ്ക്ക് ഉണ്ടല്ലോ. റെക്കോർഡ് ക്ലാസ് ഇപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ ക്ലാസ് തുടങ്ങിയപ്പോ ഞാൻ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒരെണ്ണം മേടിച്ച്, എന്നിട്ട് ഇപ്പൊ ഫുൾ ടൈം ഈ റെക്കോർഡ് ക്ലാസ് ഞാൻ സത്യം പറഞ്ഞ ജിഷ് ടീച്ചറെ മാത്രമാണ് ക്ലാസ് കേട്ടോണ്ടിരിക്കണേ. അത് മാത്രം തെരഞ്ഞെടുത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ്, ഫുൾ ടൈം കേട്ടോണ്ടിരിക്കാണ്. ഒരു കാര്യം ചെയ്യും, അത് കഴിഞ്ഞ പാർട്ട് 1 പാർട്ട് 4 അത് നമ്മൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ആണ് നമുക്ക് കുറച്ച് കോർ ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. അത് ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ ഈ 2ഉം 3യിലെയും ക്ലാസ്സുകളാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കണേ. 1ഉം 2ഉം എനിക്ക് ഒരുവിധം മനസ്സിലാവുന്നുണ്ട് വായിക്കുമ്പോ. ഓക്കെ ഗ്രീഷ്മ, അപ്പൊ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഏത് ബാച്ചിന്റെ ആണെങ്കിൽ ഗ്രൂപ്പ് ഭയങ്കര ബോണ്ടിങ് ഉള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാവുന്നതാണ്. ആൻഡ് പ്ലീസ് ഡു കോൺടാക്ട് മീ പേഴ്സണലി ഓൾസോ. ഓക്കെ, താങ്ക് യു. നമ്മളിന്ന് 8:30 വരെ. സോറി മാം, ഇത്ര നോ ടൈം പ്രോബ്ലം. ഇത്ര എടുത്തതിന് സോറി. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലാതെ നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റുക, ബാക്കിയുള്ളവർ അതിനോട് യോജിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയൊരു ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കയറിയിട്ടുണ്ടാവുക, പ്രേയറിന്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് 2:30 വരെ ക്ലാസ് പറഞ്ഞത്. എന്റെ ത്രോട്ട് ഇച്ചിരി പ്രശ്നമാണ്, ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വന്നാണ്. സോ നമ്മൾ സൂപ്പർവിഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ സൂപ്പർവിഷൻ ഇനി നക്ഷൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടീച്ചറെ ബെറ്റർ ടീച്ചർ ആക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ്. ഏജ് കൊണ്ടുള്ള എക്സ്പീരിയൻസ് അല്ല, പ്രൊഫഷണലി ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾ. ചിലപ്പോൾ ആ ടീച്ചേഴ്സിനെക്കാളും ഏജ് കുറവുള്ള ആളായിരിക്കും. ബട്ട് നമ്മൾ കണ്ടിട്ടില്ലേ കളക്ടർമാര്, ഭയങ്കര യങ്ങായിട്ടുള്ള കളക്ടേഴ്സ് വരും. അദ്ദേഹത്തിന്റെ അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. പക്ഷെ ആ ഒരു കളക്ടറുടെ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ടീമിനെ ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ആള് വേറെ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് സൂപ്പർവൈസർ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒറ്റ ഒരു ഇതിലായിട്ട് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറെ അവരുടെ ജോലി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, പ്രൊഫഷണലി എക്സ്പീരിയൻസ് ഉള്ള ഒരു പേഴ്സൺ. ഞാൻ അങ്ങനെ വെച്ച് നിർത്തല്ല, ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു ബാക്കി. അപ്പൊ നമ്മൾ പറഞ്ഞു ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ സംടൈംസ് ഈ സൂപ്പർവൈസർ വാച്ച് ചെയ്യും. ഈ ഒരു വാച്ച് ചെയ്യ മീൻസ് അവരെ ത്രട്ടൻ ചെയ്യാനോ അവരെ കമാൻഡ് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല, അവരെ അടുത്ത സെഷനിലേക്ക് പോകുമ്പോൾ കൂടുതൽ ബെറ്റർ ആക്കാനും അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. PDF പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു. 99, 91, 92 അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞിരുന്നു. ലാസ്റ്റ് തോന്നുന്നു നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ആ ക്ലാസ്സിൽ തന്നെ വന്നിരുന്ന് ഒബ്സർവ് ചെയ്യണമെന്നില്ല, ഒരു ക്യാമറ ഉണ്ടായാൽ മതിയല്ലോ. ഇപ്പൊ അതൊക്കെ അങ്ങനെയല്ലേ, HN ക്ലാസ്സിൽ വന്നിരുന്ന് മോണിറ്റർ ചെയ്യാറുണ്ട്. അങ്ങനെ വന്നിരിക്കുമ്പോൾ ഒരു അൺഈസിനെസ് ആണല്ലേ ക്ലാസ് എടുക്കുന്ന ടീച്ചർക്ക്. എത്രയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിലും അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പക്ഷെ സൂപ്പർവൈസർ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരിക്കും വന്നിരിക്കുന്നത്. അക്കാദമിക് കോർഡിനേറ്റർ വരാറുണ്ട്, ഓരോരുത്തരും അവരുടെ ഇത് പറയുകയാണ്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ശരിക്കും ഞങ്ങളുടെ സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് ഞങ്ങളുടെ ട്രെയിനർ വൺസ് ഇൻ എ വൈൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഏത് സ്കൂളിലാണോ സ്കൂളിൽ വന്ന് നോക്കിയിട്ടൊക്കെ പോകും. നമുക്കതങ്ങനെ ഓൺലൈൻ ആയതുകൊണ്ട് പോസിബിൾ അല്ലല്ലോ, കാരണം പലരും പലയിടത്തല്ലേ. അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം മാം വന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ ആ സ്കൂളിലെ സാറുമായിട്ട് സംസാരിച്ച് അങ്ങനെ പോകാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സൂപ്പർവൈസർ മേ ബി അത് അല്ലാതെ ഈ എന്താ പറയുക ടീച്ചർ അറിയാതെ ഇത് വാച്ച് ചെയ്യാം. പിന്നെ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് ഇവര് തമ്മിലൊരു മീറ്റപ്പ് ഉണ്ടാകാം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം, കൂടുതൽ സജഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഏറ്റവും ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സൂപ്പർവൈസർ തന്നെയാണല്ലേ. എപ്പോഴും ലൈക്ക് ആളുടെ ടീച്ചറുടെ ഒരു പലപ്പോഴും ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറാതെ നോക്കണം, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാൻ നോക്കണം. മാക്സിമം ആ ടീച്ചറുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം അവർ തമ്മിൽ. ഐ ആം ഹിയർ ഫോർ
യു ടു സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, ഷെയർ ചെയ്യണോ? നിങ്ങളുടെ കയ്യിലെല്ലാം ടെക്സ്റ്റ് ഇട്ടോ? ഇല്ല മാം, ടെക്സ്റ്റ് ഇല്ല. മിസ്സേ ടെക്സ്റ്റിലെ പേജ് നമ്പർ ഒന്ന് പറയാമോ മിസ്സേ? 95, 96 ആ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം. എന്റെ പേജിലെ ടോപ്പിക്സ് നിങ്ങളൊന്ന് സമയം പോലെ ഇരുന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാ. മറ്റേ നമ്മുടെ മോണ്ടെസോറിയുടെ കോർ ടോപ്പിക്സ് പോലെയല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പരസ്പരമുള്ള ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഈ വൈവ ടൈം എപ്പോഴായിരിക്കും? വൈവ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലക്ഷ്മി, നമുക്ക് ടീച്ചർമാരെല്ലാം പകല് വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ അവരുടെ ഫ്രീ ടൈം വരുമ്പോഴാണ് ആ ഒരു സ്ലോട്ട് വരുന്നത് വൈവയുടെ. ഓക്കെ. അതിനനുസരിച്ചാണ് സ്ലോട്ട് ഇടുന്നത്. അപ്പൊ നമ്മൾ സ്ലോട്ട് ഇടും. പലപ്പോഴും കുട്ടികളില് ജോലിക്ക് പോകുന്നവർക്ക് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ഓഫീസിൽ നിന്നിരുന്നുകൊണ്ട് വൈവ അറ്റൻഡ് ചെയ്യൽ ഇത്തിരി പണിയായിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ ആ ടൈമിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ജെന്യുവിൻ റീസൺ ആണെങ്കിൽ വി ക്യാൻ ഷിഫ്റ്റ്, ടൈം മാറ്റി മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എല്ലാവരും എനിക്ക് പറ്റില്ല, കാരണം പേടിച്ചിട്ട് ചിലരെ നീട്ടി കൊണ്ടുപോകും. അപ്പൊ ഒരാള് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് ഒക്കെ റെഡിയായി വരാനായിട്ട് ലേറ്റ് ആവും. ഒരാൾ വിചാരിച്ചാൽ മതി ലേറ്റ് ആവാൻ. അപ്പൊ എല്ലാവരും ആ ഒരു ടൈം സ്ലോട്ടിൽ തന്നെ വരുവാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞ സമയത്ത് വൈവ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഫീ അടച്ച് പിന്നീട് വൈവ അറ്റൻഡ് ചെയ്ത് തരും. വൈവ അറ്റൻഡ് ചെയ്താലാണ് മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ആലോചിച്ച് നോക്കൂ, മാർക്ക് ലിസ്റ്റിൽ നമ്മളുടെ മാർക്ക് വരേണ്ട ഭാഗമാണ് വൈവയുടെ. അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ മിനിമം മാർക്കിലോ കിടക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു വിഷമവും വിചാരിക്കേണ്ട. നിങ്ങൾ ആ ഒരു PDF വന്നിട്ടില്ലേ? അതുകൊണ്ടല്ല മാം, ഞാനിപ്പോ വർക്കിംഗില് കേറിയല്ലോ. അപ്പൊ എനിക്ക് 2:30 ആ ടൈം വരെ ഇഷ്യൂ ഉള്ളൂ. സ്ലോട്ട് ഇടും. അപ്പം ആ സ്ലോട്ട് ഇടുന്ന കുട്ടികൾക്ക് അറിയില്ല ആരൊക്കെയാണ് വർക്കിംഗ്. നമുക്ക് അങ്ങനെ ഒരു എടുത്ത് ലിസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ടൈം കാണുമ്പോൾ ആ ടൈം കൺവീനിയന്റ് അല്ല, ജോലിയുള്ള ടൈം ആണെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ മിസ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്തതാ. കാരണം എന്താന്ന് വെച്ചാലേ നൈറ്റ് ടൈം ആകെ കുറച്ചേ വരുള്ളൂ. ഞാൻ മാത്രമാണ് നൈറ്റ് ടൈമില് വൈബ് എടുക്കുന്നത്. ബാക്കി ടീച്ചർമാരൊക്കെ പകല് 3:30, 4 o'clock മാക്സിമം. അതിനപ്പുറത്തേക്ക് അവർക്ക് എടുക്കാൻ പറ്റില്ല. അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോ പിന്നെ ഇതുപോലെ PGയുടെ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നൈറ്റ് ടൈം ഇതുപോലെ ജോലി, ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെയാണ് നൈറ്റ് ടൈമിൽ കൊടുക്കാറ്. വൈവയുടെ സമയത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്ന ഫ്രെയിം വർക്കുകളും ചാർട്ട് വർക്കുകളും എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണോ? നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ റെക്കോർഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കംപ്ലീറ്റഡ് ആക്കി ആ സമയത്താണ് എല്ലാം കംപ്ലീറ്റഡ് ആക്കി കൈവെക്കേണ്ടത്? അതെ, ആ സമയത്ത് എല്ലാം തൊട്ടടുത്ത് ഉണ്ടായിരിക്കണം. ആരും ചോദിക്കാറില്ല, കാണിച്ചു തരൂ എന്നൊക്കെ അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും നമ്മൾ അതെല്ലാം റെഡി ആയിട്ടിരിക്കണം. ഇൻ കേസ് ചോദിച്ചാൽ കാണിക്കാനോ. അതിനനുസരിച്ച് ടൈം എത്രയായിരിക്കും? എത്ര മിനിറ്റിലായിരിക്കും ഒരു വൈവ? 10 minutes. ഓക്കെ. എനിക്കൊക്കെ 1.5 മണിക്കൂറായിരുന്നു. ഭയങ്കര അല്ല, കോളേജിലൊക്കെ ഒരു ഹാഫ് ആൻ അവർ വൈവ എന്താണ് ചോദിക്കുന്നത്, അത് എങ്ങനെ ആയിരിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതെന്താണെന്നൊരു, ശരിക്കും വൈവ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് ചോദിക്കുന്നത്, എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും, എന്തായിരിക്കും ചോദിക്കുന്നത് എന്ന്. നിങ്ങൾക്കൊരു PDF തന്നിട്ടില്ലേ? തിയറിയുടെ സ്പ്ലിറ്റപ്സും പ്രാക്ടിക്കലിന്റെ സ്പ്ലിറ്റപ്സും ഇല്ലേ? ഇല്ലല്ലോ. നമുക്ക് സ്പ്ലിറ്റപ്പില്ലേ? അതിനകത്ത് പ്രാക്ടിക്കൽ സെഷന്റെ സ്പ്ലിറ്റപ്പ് കണ്ടോ? പ്രാക്ടിക്കൽ സെഷന്റെ
സ്പ്ലിറ്റപ്സ്. ഡിപ്ലോമക്കാർക്ക് 5 ഡിവിഷൻ ഉണ്ടാവും, PGക്കാർക്ക് എക്സ്ട്രാ 1 6 ഉണ്ടാവും സെമിനാർ. ഓരോന്നിനും 100 മാർക്സ് ആണ്. അത്രേ ഉള്ളൂ വൈവ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, വൈവ എന്ന് പറയുന്നത് നമ്മള് ആ ഒരു കോഴ്സിൽ എന്തെല്ലാം നമ്മൾ അറിഞ്ഞു അതിനൊക്കെ ചോദിച്ചാൽ പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അത്രയ്ക്ക് നമ്മൾ പേടിപ്പിക്കലൊന്നുമില്ല. നമ്മളുടെയൊക്കെ വൈവ അങ്ങനെയായിരുന്നു. ഇവിടെ നിന്ന് എന്ത് വരുന്നു ഒരു പിടിയില്ലാണ്ടായി പോകുന്നു. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയായിരിക്കും. ശരിക്കും ഒന്ന് ഇങ്ങനെ മുറിച്ച് വിട്ട പോലെയായിരുന്നു ഞങ്ങളുടെയൊക്കെ വൈവ. ഭയങ്കര ടഫായിരുന്നു. മാം, ഈ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോ നമ്മുടെ അതെന്താ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് തുടങ്ങിയിട്ടില്ല. അപ്പൊ അതൊന്നും എങ്ങനെയാ ചോദിക്കുക? ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലേ, ഒരു PDF, അത് ഞാൻ എല്ലാ ക്ലാസ്സിലേക്കും കൊടുക്കാൻ പറഞ്ഞതാണല്ലോ. നിങ്ങൾക്ക് നേരത്തെ തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ തിയറി? എക്സാമിന്റെ മാർക്കുകളുടെ തന്നിട്ടുള്ളൂ. ഈ വൈവ സ്പ്ലിറ്റപ്പ് അങ്ങനെ തന്നിട്ടില്ലല്ലോ PDF. അതായത് ആ ഒരു PDFനകത്ത് ആ ഒരു ക്ലാസ് റൂമിൽ ഇട്ടിന് മാം, എന്തോ ക്ലാസ് റൂമിൽ ഇട്ടിന് ഇട്ടിട്ടില്ല. പറഞ്ഞല്ലോ, ആരും കണ്ടില്ല. ഇട്ടിട്ടുണ്ട് മാം. ആ, അതില് പ്രാക്ടിക്കൽ എന്നൊരു സെഷൻ ഉണ്ട്. ഇനി അഥവാ ആരും അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഒന്നാമത്തത് മോണ്ടിസോറി അപ്പാരറ്റസ്, നിങ്ങളുടെ മോഡ്യൂൾ 3 100 മാർക്സ് ആണ്. അത് നിങ്ങൾ അറിയണമെങ്കിൽ പ്രാക്ടിക്കൽസ് കഴിയണം. രണ്ടാമത്തത് ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ. ടീച്ചിങ് പ്രാക്ടീസ്, അപ്പൊ വിചാരിക്കുകയോ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും? ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരെ വൈവയുടെ സമയത്ത് ഒരു വെർച്വൽ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പറയും. 2-3 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരോട് നിങ്ങൾ എവിടെയാ ചെയ്തത്, ഏത് ക്ലാസ് ആയിരുന്നു, എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, എത്ര ദിവസം ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്തു, അവിടെ നിന്ന് കിട്ടിയ ഒരു റിവ്യൂ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിക്കും. പ്ലസ് വൈവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്കാണെങ്കിൽ ആ വൈവ എന്നുള്ള ഭാഗത്ത് 50 മാർക്ക്. അത് വേറൊന്നല്ല, ഓവറോൾ പെർഫോമൻസ്. ആ വൈവ ടൈമിൽ ഉണ്ടായിരുന്ന ഓവറോൾ പെർഫോമൻസ് ആണ് അത് വരുന്നത്. സോ അവിടെ 100 മാർക്ക്. പിന്നെ റെക്കോർഡ്സ്, നമുക്ക് 5 റെക്കോർഡ് ഉണ്ട്. ഓരോ റെക്കോർഡിനും 20 മാർക്ക് വെച്ചാണ്. സോ 100 മാർക്ക്. അതില് സ്റ്റോറി റൈമൊക്കെ ഉണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അസൈൻമെന്റ്സ് എഴുതിയിട്ടുണ്ട്, 50 മാർക്സ് അവിടെ. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സർവേ ആണ്. സർവേ ചെയ്യാനായിട്ട് തന്നിട്ടില്ലേ? തരാതെ ഉണ്ടോ? 8th ബാച്ചിന് തന്നിട്ടുണ്ടാവാൻ വഴിയില്ല, ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. അപ്പോ അത്. പിന്നെ വരുന്നത് ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയൽസ്. നിങ്ങൾ കുറേ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടില്ലേ? മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത വളരെ ലോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഉള്ള ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ട്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം ഒരു 1 hour. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് സമയം എടുക്കുമായിരിക്കും. മറ്റേതൊക്കെ ഒരു 1 hour, ഒരു അറ്റ്ലീസ്റ്റ് 4-5 പീസെങ്കിലും ഉണ്ടാക്കുക. ഇതുവരെ ഉണ്ടാക്കാൻ പറ്റാത്തവര് ബാക്കി നിങ്ങൾ പിന്നീട് ചെയ്തു വെക്കുക. വളരെ മിനിമത്തിലാണ് ഞാൻ പറഞ്ഞത്, അത്രയും പീസസ് ചെയ്ത് വെക്കുക. പിന്നെ മറ്റുള്ള ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഡ്രസ്സിംഗ് ഫ്രെയിംസ്, അതുപോലെ പിങ്ക് ടവർ, പിന്നെ കളർ ടാബ്ലറ്റ്സിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അത് പിന്നെ നമ്മൾ അസൈൻമെന്റ് ആക്ടിവിറ്റി കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം. നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രാഫ്റ്റ് വർക്കുകൾ കാണിക്കാം. കുട്ടികളെ ചെയ്യിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കോ പെയിന്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. അത് ഇതൊക്കെ ഇനിയും ചെയ്യാൻ കിടക്കുവാണെങ്കിൽ വീട്ടിലെ എല്ലാരെയും കൂട്ടുക, എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുക. അവരെ ഏൽപ്പിച്ചിട്ടങ്ങ് പോകരുത്. നമ്മള് അവരുടെ കൂടെ വട്ടത്തിലിരുന്നിട്ട് ഇതെല്ലാം ചെയ്യണം. പിന്നെ PGക്കാർക്കുള്ള സെമിനാറാണ്. അത് നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട്, അത് ഞാൻ പറഞ്ഞു, ധൃതി പിടിച്ച് റിപ്പോർട്ട് എന്തെങ്കിലും എഴുതി വെക്കേണ്ട. അത് സാവധാനം നല്ലപോലെ എഴുതിയാൽ മതി. വൈവ ടൈമിൽ ഒരു 2 minutes അത് അല്ലെങ്കിൽ 3 minutes അതൊന്ന് പ്രസന്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കൽസ് കഴിയുമ്പോഴാണ് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഒരു സെഷൻ മോണ്ടിസോറി അപ്പാരറ്റസ് എന്നുള്ളത് ഈ മോഡ്യൂൾ 3 അല്ലെങ്കിൽ പ്രാക്ടിക്കൽസുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? മാം, ഓൾറെഡി സെമിനാർ ചെയ്തവരെ ഇനി വൈവക്ക് സെമിനാർ അറ്റൻഡ് ചെയ്യണ്ടല്ലോ? വേണ്ട ചെയ്യണ്ട. ഒന്ന് ജസ്റ്റ് ആ വൈവയ്ക്ക് വരുമ്പോ ഒന്ന് പറയണം. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ആ സമയത്ത് ചിലപ്പോ ഓർത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ പറഞ്ഞത് കേട്ടോ.
പിന്നെ ഒരു ചെറിയൊരു മോക്ക് ഇന്റർവ്യൂ പോലെ നിങ്ങളെ ഒന്ന് പേഴ്സണലി ഒന്ന് കാണാനും വേറെ പിന്നെ വളരെ പ്രൈവസി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വൈവ എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ഇല്ലേ, ആ കുട്ടിയും ആ ഒരു ടീച്ചർ ആരാണോ അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. പരസ്പരം മറ്റുള്ളവരോട് അതിന്റെ ഡീറ്റെയിൽസ് പറയുകയോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെന്ന് വെച്ചാല് നമ്മള് ഇൻസ്ട്രക്ഷൻസ് തരുന്നത് പോലെ ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാതെ വരുമ്പോൾ നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ വരുമ്പോൾ അങ്ങനെ വരരുത്, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു തരും. അതേ ഉള്ളൂ. നമ്മൾ ആരുടെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. വൈവയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളും ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് അതുപോലെ അവർ പെർഫോം ചെയ്യും. പിന്നെ ശരിക്കും നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് വൈവ. ഈ പ്രാക്ടിക്കൽ സെഷന് നേരിട്ട് വരുന്നവർക്ക് ചിലര് എല്ലാം റെഡി ആയിട്ടുണ്ടാവും, എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ പേര് വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ പ്രാക്ടിക്കൽ സെഷൻ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് ഓൺലൈൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എന്തായാലും ഓൺലൈൻ സെഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നുള്ളത് ചെയ്യാറുള്ളൂ. കുറെ പേരുടെ സംശയം നിർബന്ധമാണോ എന്ന് നമ്മൾ നിർബന്ധം പറഞ്ഞിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ഈ മെറ്റീരിയൽസ് എല്ലാം പ്രാക്ടിക്കല് ഇനി വരുന്ന കുട്ടികൾക്ക് വൈവ നടത്തില്ലേ? അപ്പൊ ഒരു ടീച്ചറും ആ സ്റ്റുഡന്റും മാത്രമേ ഉണ്ടാവുള്ളൂ? അതോ മുഴുവൻ ടീച്ചർമാരുടെ ഇടയിലാണോ? ഒരാള് നമുക്ക് രണ്ടുപേർക്കും എന്താ പറയാ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ ഇരുന്നിട്ടായിരിക്കും വൈവ ചെയ്യുന്നത്. അവിടെ വേറൊരാൾ വന്നിരിക്കുക ഒന്നുമില്ല. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ടീച്ചിങ് മെറ്റീരിയൽസ് എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുവരണമെന്നൊക്കെ സംശയം തോന്നും. അതൊന്നും നിങ്ങൾ ക്യാരി ചെയ്യണ്ട. റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാം. അത് സൈൻ ചെയ്ത് സീൽ വെച്ച് പോവാലോ. പിന്നെ മറ്റുള്ളതൊക്കെ ജസ്റ്റ് വൈവ അവിടെ വെച്ച് നടക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോയോ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഒന്ന് അയച്ചു തന്നാൽ മതി, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് കാണിക്കാൻ. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ വി ട്രസ്റ്റ് യു. ഞങ്ങൾ അങ്ങനെ പറ്റിക്കൊന്നുമില്ല ടീച്ചേഴ്സിനെ. അത് വേറൊന്നല്ല സഫിയ, നമുക്ക് ഈ ക്ലാസ്സിൽ കയറി കഴിയുമ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. ഇത് കയറാൻ പറ്റാതെ വരുന്നവർക്ക് അറിയില്ല എന്താന്നുള്ളതേ. അതാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മയെ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വേറെ പല കാര്യങ്ങൾ വേറെ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതിൽ ഗ്രീഷ്മയ്ക്ക് മാറ്റിവെക്കാൻ പറ്റിയത് സ്വന്തം കാര്യം മാത്രമായിരുന്നു അല്ലെ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഗ്രീഷ്മയ്ക്ക് സ്വന്തം കാര്യം മാറ്റിവെക്കണമായിരുന്നു. സോ എല്ലാരും യൂണിവേഴ്സ് അങ്ങനെ ആക്കില്ല. ആ ഒരു ഹ്യൂമിലിറ്റി, ആ ഒരു ഹംബിൾനെസ് ആക്കി മാറ്റില്ല. അതാണ് ചിലര് സ്വന്തം കാര്യമല്ലേ നോക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ സൂപ്പർവിഷന്റെ ഒന്ന് ബ്രീഫ് ചെയ്യായിരുന്നു അല്ലെ. നമ്മൾ അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെക്നിക്സും ഗ്രൂപ്പ് ടെക്നിക്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഗ്രൂപ്പായിട്ട് നമുക്കറിയാം ഒരു സ്കൂൾ എന്ന് പറയുന്ന സ്ഥലം, അവിടെ പലപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരാറുണ്ട്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ കടല് പോലെ കുറെ കാര്യങ്ങൾ വരും. പക്ഷെ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും കുറച്ച് ഒരു 10 ദിവസം ടീച്ചിങ് പ്രാക്ടീസിൽ പോകുമ്പോൾ ഇതെന്താ സംഭവം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വരാറുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ടുള്ളതും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പല ട്രെയിനീസിനും അനുഭവം ഉണ്ടായിട്ട് റിസൈൻ ചെയ്തിട്ടുണ്ട് അവര്. അതൊന്നും അവിടുത്തെ ആ ഒരു രീതി ശരിയാകഞ്ഞിട്ടായിരിക്കാം എന്തോ. അപ്പൊ ഗ്രൂപ്പായിട്ട് ഇപ്പൊ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ട്, നമ്മൾ പുതിയതായിട്ട് ജോയിൻ ആവുകയാണെങ്കിൽ നമ്മളെ അവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും അല്ലെ. ഒരു മെന്ററെ പോലെ ഒരു ഗൈഡിനെ പോലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ അതുപോലെ കുറച്ചും പോലെ അക്കാദമിക് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നമുക്കിപ്പോ 10-20 സ്റ്റാഫുള്ള ടീച്ചർമാരുള്ള ഒരു സ്കൂളാണ്. നമ്മൾക്ക് എപ്പോഴും മാനേജ്മെന്റിനെ പോയി അവരുടെ അടുത്ത് ഓരോന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കോർഡിനേറ്റർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. ഒരു ചാനൽ അല്ലെ, നല്ല പോലെ കമ്മ്യൂണിക്കേഷൻ കൺവേ ചെയ്യുന്നത്, മെസ്സേജസ് കൺവേ ചെയ്യുന്ന ഒരാള്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് സൂപ്പർവിഷന്റെ കാര്യങ്ങളിൽ. പിന്നെ എപ്പോഴും സ്കൂളുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഫിനാൻഷ്യൽ റിസോഴ്സസ് പല രീതിയിലായിരിക്കും. ചില സ്കൂളിന് ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടായിരിക്കും. ഒരു ട്രസ്റ്റിന്റെ കീഴിലൊക്കെ ഉള്ളതാവുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഫണ്ട് ഉണ്ടാവും. ചില സ്കൂളുകൾക്ക് ആവശ്യത്തിന് ഫണ്ട് ഉണ്ടാവില്ല, റിസോഴ്സസ് ഉണ്ടാവില്ല. ചിലപ്പോൾ ടീച്ചർമാർക്കുള്ള പേയ്മെന്റ് വരെ വളരെ കുറവായിരിക്കും.
കുട്ടികൾ ചിലപ്പോ അതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും വരുന്നത്, ഒത്തിരി പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലും ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് പല ബിരിയാണി ചലഞ്ച് പറഞ്ഞിട്ടൊക്കെ കേൾക്കാറുണ്ട്, പായസം ചലഞ്ച്, ബിരിയാണി ചലഞ്ച് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും കുറേ ഫണ്ട് വരും. അതേസമയം ഒരു കുട്ടിക്ക് സുഖമില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോ ഫണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇപ്പൊ കുട്ടികൾ തന്നെ ഇടപെട്ട് ഇതുപോലെ ഫണ്ട് റേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഓരോ സ്കൂളിന്റെ രീതിക്ക് അനുസരിച്ച് അവിടുത്തെ ടീച്ചേഴ്സ് തമ്മിലുള്ള ആ ബോണ്ടിങ്ങും, ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇത് ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുവാണ്. ഒരു സൂപ്പർവൈസർ എങ്ങനെയാണ് ഒരു സ്കൂളില്, ആ സ്കൂളിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താ, സ്റ്റുഡൻസ് നല്ല അക്കാദമിക് പെർഫോമൻസിലൂടെ അവര് സൊസൈറ്റിക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരുമായിട്ട് മാറുക, കുറെ A+ കിട്ടുക എന്നുള്ളതല്ലല്ലോ അതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതായി, അതാണ് ശരിക്കും ഒരു സ്കൂളിന്റെ ഒരു റിസൾട്ട്, ആ സ്കൂളിനെ ഒരു നല്ലൊരു ഗ്രേഡിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് കുട്ടികളുടെ പെർഫോമൻസ്. അവരെ എല്ലാ കാര്യങ്ങളിലും മികച്ചവരാകും. പരീക്ഷയിൽ മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ല, അവർ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്നും ആക്കി തീർക്കുന്നതും കൂടി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അപ്പൊ അങ്ങനെ കുട്ടികളെ ആക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ടീച്ചേഴ്സാണ്. ആ ടീച്ചർമാരെ അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യല് തിരിച്ചറിഞ്ഞ് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സാണ്. ചില സ്ഥലങ്ങളിൽ അത് പ്രിൻസിപ്പൽ ആയിരിക്കാം, HM ആയിരിക്കാം, ചില സ്ഥലങ്ങളിൽ അത് ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടാവുമായിരിക്കും, അക്കാദമിക് കോർഡിനേറ്റർ. ഡിപ്പെൻഡ്സ് സ്കൂളിന്റെ രീതി അനുസരിച്ച്. ഓക്കെ, പിന്നെ ടീച്ചേഴ്സിന് ടൈംലി ട്രെയിനിങ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, ലൈക്ക് പറഞ്ഞിട്ടോ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ അറിയാതെ വരിക. അതായത് ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ കൂടുതലായിട്ട് കുറെ കാലം മുമ്പാണ് സ്മാർട്ട് ക്ലാസ് റൂമും സ്മാർട്ട് കമ്പ്യൂട്ടർ ലാബും ഒക്കെ സ്കൂളുകളിലായത്, IT ലാബൊക്കെ ആയത്. അപ്പൊ അത് യൂസ് ചെയ്യാനായിട്ട് ആദ്യം ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോരോ ചേഞ്ചസിനനുസരിച്ച് അവരെ കൂടുതൽ ഒക്യുപ്പൈഡ് ആക്കുക. അതാണ് ശരിക്കും സൂപ്പർവൈസർ ചെയ്യുന്നത്. ഒരു പക്ഷേ സൂപ്പർവൈസർ അതിന് വേണ്ടുന്ന റിസോഴ്സിനെ കൊണ്ടുവരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ചില കാര്യങ്ങൾക്ക് റൈറ്റപ്സ് വേണ്ടി വരും. എഴുത്തില്ലേ, ഒഫീഷ്യലി ചില റൈറ്റിങ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടി അതും ട്രെയിനിങ് പോലെ കൊടുക്കാറുണ്ട്. ചില മീറ്റിംഗ്സ് വെക്കുമ്പോൾ ചില ടീച്ചർമാരെ അസൈൻ ചെയ്യുന്ന കാണാറില്ലേ, അതിന്റെ മിനിറ്റ്സ് എഴുതാനായിട്ട്. അതിനൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ആ ഒരു മിനിറ്റ്സ് എഴുതുക എന്ന് പറയുന്നത് എല്ലാരെയും കൊണ്ട് പറ്റുന്ന കാര്യമില്ല, അതിനൊരു പ്രത്യേക രീതിയുണ്ട്. അപ്പൊ അതിന് അവരെ ട്രെയിൻ, അങ്ങനെ എന്തൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളുണ്ടോ അതിനു വേണ്ടിയെല്ലാം ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതും കൂടി സൂപ്പർവിഷനിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മള് എഡ്യൂക്കേഷൻ മാനേജ്മെന്റിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ഒരു ഹെൻറി ഫെയർസിന്റെ ആ ഒരു പ്രിൻസിപ്പിൾസില് എന്തായിരുന്നു, മൊറയിൽ, അത് ഒരു ഫ്രഞ്ച് വേർഡായിരുന്നില്ലേ, എസ്പ്രിറ്റ് ഡെ കോർപ്സ് എന്ന് പറഞ്ഞിട്ട്, ടീം സ്പിരിറ്റ് അല്ലെ, അതാണ് ആ ഒരു ടീം സ്പിരിറ്റ് എപ്പോഴും നിലനിർത്തുക. അതാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. ആ സൂപ്പർവൈസർ അങ്ങനെ ആ ഒരു ടീം സ്പിരിറ്റ്, അതൊരു ടീമാണ്, അല്ലാണ്ട് ആളൊരു വലിയ ഡോമിനന്റ് പേഴ്സണും താഴെയുള്ളവരൊക്കെ അയാളുടെ താഴെ വർക്ക് ചെയ്യുന്നു, അവരെ കമാൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ളതല്ല. ഒരു ടീമാണ്, ടീമായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. സ്ക്രോൾ ചെയ്യാട്ടോ. ഓക്കെ, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ. നമുക്കറിയാം എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ റിസോഴ്സസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ഹ്യൂമൻ റിസോഴ്സസ്, മറ്റ് റിസോഴ്സസ് അല്ല, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് ആരൊക്കെയായിരിക്കും? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, നോൺ സ്റ്റാഫ്, വേറെന്തോ എന്തെങ്കിലും ചോദിച്ചോ ആരെങ്കിലും? എത്രാമത്തെ ചാപ്റ്റർ അങ്ങനെയെല്ലാം ചോദിച്ചോ? ഞാൻ അങ്ങനത്തെ കേട്ടപ്പോൾ തോന്നി, ഇല്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. അപ്പോ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ റിസോഴ്സസ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫും ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ട്, പിന്നെ സ്റ്റുഡൻസ് അല്ലെ. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചു 5 കീ ഫാക്ടേഴ്സ് പഠിച്ചു. അതിലെ പൊട്ടൻറ്റ് ഫോഴ്സ് ആണ് ടീച്ചർ എന്ന് പഠിച്ചു. പിന്നെ ലേണേഴ്സിനെ, ആ സ്റ്റുഡൻസിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു.
ഓക്കെ, അവർ രണ്ടുപേരും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ലേണിംഗ് എൻവിയോൺമെന്റ്. അതിലൊരു ലേണിംഗ് പ്രോസസ്സിലൂടെ അവർ രണ്ടുപേരും കൂടെ കടന്നു പോകുമ്പോൾ രണ്ടുപേർക്കും എക്സ്പീരിയൻസസ് ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളായിരുന്നു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് അവിടെ ഇംപ്രൂവ്മെന്റ് ആണ് ശരിക്കും സൂപ്പർവൈസർ ചെയ്യുന്നത്. അപ്പൊ സൂപ്പർവൈസർ ടീച്ചേഴ്സിനെ പൊട്ടന്റ് ആക്കുന്നു, പൊട്ടന്റ് ഫോഴ്സ് ആക്കുന്നു, അവരെ ഏറ്റവും നല്ല ബെറ്റർ ആക്കുന്നു. അതുവഴി ആരാണ് അവിടെ ബെറ്റർ ആകുന്നത്? സ്റ്റുഡൻസ്. ഈ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോൺ ടീച്ചിങ് സ്റ്റാഫും ഉണ്ട്, അവർക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ ആവശ്യമാണ്. സൂപ്പർവൈസറുടെ ജോലി അതാണ് ഈ ചാപ്റ്റർ മുഴുവനും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറെ ഓതേഴ്സ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞ കുറെ ഓതേഴ്സിന്റെ പേര് നമ്മൾ അവിടെയൊക്കെ കണ്ടു. അവരുടെ അഭിപ്രായത്തിൽ എന്താണ് സൂപ്പർവിഷൻ എന്ന് ഓരോരുത്തരുടെ വായിച്ചു നോക്കുമ്പോഴും എല്ലാം കൂടെ നമ്മളൊന്ന് ചുരുക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ആ ടീച്ചർമാരെ ബെറ്റർ ആക്കുന്നു. അതുവഴി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔട്ട്കം അച്ചീവ്മെന്റ് നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ശരിക്കും ഈ ചാപ്റ്ററിൽ ആകെ ഉള്ളത്. ഓക്കെ, അതിന് അവർ യൂസ് ചെയ്യുന്ന ടൂൾസ്, അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, അവർക്ക് അതിന് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പല ടൈപ്പ് സൂപ്പർവിഷൻ ഉണ്ട് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ, അതിന് ഏതൊക്കെയാണ് കൂടുതൽ നന്നായിട്ട് നല്ല ആപ്റ്റായിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ സൂപ്പർവൈസർ സൂപ്പർവൈസ് ചെയ്യുന്ന ടീച്ചർമാരെ അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ നമ്മൾ സൂപ്പർവൈസി എന്ന് പറഞ്ഞു. എംപ്ലോയർ എംപ്ലോയി എന്ന് പറയുന്ന പോലെ സൂപ്പർവൈസർ സൂപ്പർവൈസി എന്ന് പറയും. അപ്പോ ഈ ടീച്ചിങ് സ്റ്റാഫിനെ ഒരുമിച്ച് വർക്കേഴ്സ് എന്ന് പറയാം. ഈ വർക്കേഴ്സിന്റെ എഫേർട്ട്, ഒരുമിച്ചുള്ള എഫേർട്ടാണ് കുട്ടികളെ നല്ലൊരു റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മാർക്കുകൾ മാത്രമല്ല, അവരെ നല്ല പൗരന്മാരാക്കി മാറ്റുന്നു എന്ന് പറയാറില്ലേ. എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അത് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. അസിസ്റ്റന്റ് ടീച്ചറുടെ ആണോ? അതെന്തായാലും ഈ നോൺ ടീച്ചിങ് സ്റ്റാഫ് അസിസ്റ്റന്റ് ടീച്ചേഴ്സ് കൂടി പറയുന്നയാ? സാധാരണ മോണ്ടിസോറി ഇതിലാണെങ്കിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഈ ടീച്ചറെ അസിസ്റ്റ് ചെയ്യുന്ന ആള് മാത്രല്ല, അവരെല്ലാ ഏരിയയിലും അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ലൈക്ക് ചിലപ്പോൾ ഡ്രൈവർ ഉണ്ടാകും, പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, കിച്ചണിലെ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ ഏരിയയിൽ അസിസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. മോണ്ടിസോറി രീതിയിൽ അതാണ്. നമ്മളുടെ സാധാരണ സ്കൂളുകൾ നോക്കുവാണെങ്കിൽ ലാബിലുണ്ടാകും അസിസ്റ്റന്റ്, പിന്നെ ബാക്കി ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവര്, സെക്യൂരിറ്റി, ഇവരെല്ലാരും ആ ഒരു ഇതിനകത്ത് വരുന്നതാണ്, ടീച്ചിങ് സ്റ്റാഫിന് വരുന്നതാണ്. ഡ്രൈവേഴ്സ് ഇവിടെയൊക്കെ ടീച്ചേഴ്സിന് പകരം ഇപ്പം ടീച്ചേഴ്സിനെക്കാട്ടി കൂടുതൽ അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിച്ചത് നമ്മുടെ പ്രൊഫസേഴ്സും അസോസിയേറ്റ് പ്രൊഫസർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയായിരിക്കും ടീച്ചർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ടീച്ചർ അല്ലെ? അങ്ങനെയല്ല, KG സെക്ഷനിൽ നമ്മളിപ്പോ അസോസിയേറ്റ് പ്രൊഫസർ എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുന്നില്ല. ഇത് നമ്മുടെ ടീച്ചർ ഉണ്ടാവുമ്പോൾ തന്നെ അവരുടെ കൂടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റ് ടീച്ചർ KG മനസ്സിലായി, എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ ഒരു ക്ലാസ് സിസ്റ്റർ ഉണ്ടാവും, കൂടെ ഒരു ആളും ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഞാൻ കാണാറുണ്ട് ആ ക്ലാസ് റൂമില്. ശരിയായിരിക്കും, ഐഷ പറഞ്ഞ ശരിയായിരിക്കും, ആ ഒരു അസിസ്റ്റന്റ്. അപ്പോ ഗൾഫിലുള്ള ക്ലാസ് ടീച്ചറായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരെ ആദ്യം അങ്ങനെയാണ് ഇടുന്നത് ഇവിടെയൊക്കെ. ഗൾഫിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, അസിസ്റ്റന്റ് ടീച്ചറായിട്ട് എടുക്കുന്നു തോന്നുന്നു. അതിനുശേഷം ആണ് അങ്ങനെ ചെയ്യുന്നത്. ബഹ്റൈനിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ കുട്ടി മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ പോയതാണ്. അവിടെ ചെന്ന് അവിടെ മോണ്ടിസോറി പഠിച്ചതിന് ശേഷം അവിടുത്തെ സ്കൂളില് അവിടുത്തെ മിനിസ്ട്രി അംഗീകാരമുള്ള ഒരു ഇന്ത്യൻ സ്കൂൾ തന്നെയായിരുന്നു. ആ സ്കൂളിൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യം ഇതുപോലെ ഐഷ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 12 വർഷത്തിൽ കൂടുതലായി ആള്. അപ്പൊ ആ ഒരു ക്ലാസിന്റെ ഹെഡ്, ആ ഒരു സെഷന്റെ ഹെഡോ അങ്ങനെ എന്തോ ആണ്. Okay, ഇവിടെ നോൺ ടീച്ചിങ് or support staff in education institution are those employees who provide the support services. അപ്പൊ ഇവിടെ നമ്മുടെ സാധാരണ സ്കൂളുകളുടെ സപ്പോർട്ട് സർവീസസ് എന്ന് പറയുമ്പോൾ
കൺവെയൻസിന്റെ ബസ്, പിന്നെ ക്ലാസ് കുട്ടികളെ പലപ്പോഴും ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്, പിന്നെ അങ്ങനെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ, വലിയ കുട്ടികളുടെ കാര്യമില്ല, ചെറിയ അവർ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. മോണ്ടിസോറി മെത്തേഡിലെ കുട്ടികൾ തന്നെയാട്ടോ ലഞ്ച് കഴിക്കാൻ നേരത്ത് അവരുടെ പാത്രമൊക്കെ ഓപ്പൺ ചെയ്യുന്നതും അവര് തന്നെ എടുത്തുകൊണ്ട് വരും. അവരൊരു പ്ലേസ് വിരിക്കും, അവരുടെ ടൗല് വിരിക്കും, അതിന്റെ മുകളിൽ വെക്കും, എന്നിട്ട് അവര് തന്നെ തുറക്കും, അവര് തന്നെ അവരുടെ വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കും. നമ്മൾ ആരും ഒന്നും ചെയ്യില്ല എക്സ്പ്ലെയിനിങ് സ്റ്റാഫ്. പക്ഷെ അല്ലാതെ നമ്മുടെ സാധാരണ KG സെഷനിലൊക്കെ അവര് തുറന്നു കൊടുക്കും. കാരണം കുട്ടികളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് അവര് തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സെഷന്റെ മുഴുവനും പറയുന്ന അതാണ് സ്റ്റുഡൻസ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇവരുടെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പല സോഷ്യൽ ലെവൽസിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അത് മാത്രമല്ല പല കുട്ടികൾക്കും പല പൊട്ടൻഷ്യൽ ആയിരിക്കും. നമ്മളത് പറഞ്ഞിരുന്നു, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, യുണീക്നെസ് ഉണ്ട്, അവർ വളരെ യുണീക്ക് ആയിരിക്കും. അപ്പൊ ഓരോ കുട്ടിയുടെ പൊട്ടൻഷ്യല് മനസ്സിലാക്കി ആ കുട്ടിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ടീച്ചറുടെ ജോബാണ്, അല്ലെ? ഇപ്പൊ വരയ്ക്കാൻ അറിയുന്ന കുട്ടി, പാടാൻ അറിയുന്ന കുട്ടി, ഭയങ്കരമായിട്ട് ടെക്നിക്കൽ സ്കില്ലുള്ള കുട്ടി, അല്ലെങ്കിൽ ലാംഗ്വേജ് ഏരിയയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള കുട്ടി, അപ്പൊ അങ്ങനെ പല ഏരിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല പ്രോഗ്രാംസും നടക്കുമ്പോൾ ഈ കുട്ടികളെ അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അപ്പൊ ചില ടീമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ അവരെ ലീഡറാക്കാം, അല്ലെങ്കിൽ ക്ലാസിന്റെ പ്രീഫെക്റ്റ് ആക്കാം, ലീഡർ പോലെ തന്നെ. അങ്ങനെ പല രീതിയിൽ. പിന്നെ ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാൻ, ഡിബേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനും അങ്ങനെയുള്ളതൊക്കെ വളരെ മിടുക്കുള്ളവരായിരിക്കും. ഇത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അപ്പൊ ടീച്ചറെ അതിലേക്ക് ഏബിൾ ആക്കുന്നത് സൂപ്പർവൈസറാണ്. അതാണ് ആ ഒരു ലിങ്ക്, റിലേഷൻഷിപ്പാണ് വരുന്നത്. പിന്നെ പലപ്പോഴും എന്താ പറയാ, ആ ഒരു റിലേഷൻഷിപ്പ്, സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പർവൈസർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെയുള്ളതൊക്കെയായിരുന്നു പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, പലപ്പോഴും സപ്പോർട്ടീവായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കണം. അഗ്രസീവ് ആകുന്നതിനേക്കാൾ, അതായത് ചില ആളുകൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര അൺഫ്രണ്ട്ലി ആയിരിക്കൂലേ. ചിലപ്പോൾ നമ്മളിപ്പോ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ചിലപ്പോ പല ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ചിലര് വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, ചിലര് അൺഫ്രണ്ട്ലി ആയിരിക്കും, ചിലരെ നമുക്ക് ട്രസ്റ്റി ആണെന്ന് തോന്നും, ചിലരെ നമുക്ക് തോന്നും അത്ര ട്രസ്റ്റി അല്ലാന്ന് തോന്നും. ലൈക്സ് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ വരും അല്ലെ. ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാള് വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം, അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ഓണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളും ആയിരിക്കണം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ടീം സ്പിരിറ്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ സൂപ്പർവൈസർ സപ്പോർട്ടീവ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, റാദർ ദാൻ ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അഗ്രസീവ്. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മുഴുവനും മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കണം, അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എന്താ പറയുക കേപ്പബിലിറ്റീസ്. ഓക്കെ. പിന്നെ ഒരു ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള ആളാവരുത്, കമാൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരാളാവരുത്. എല്ലാരെയും അദ്ദേഹത്തിന് ഒരുപോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റണം. വളരെ ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞു. പിന്നെ ടീം സ്പിരിറ്റ്, എപ്പോഴും നല്ലൊരു ടീം സ്പിരിറ്റ് അദ്ദേഹം കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു സൂപ്പർവൈസറെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വർക്കിംഗ് ടീമില് അദ്ദേഹം ലോയൽ ആയിരിക്കണം, ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രോബ്ലം വരാറുണ്ടല്ലേ പലപ്പോഴും. അതായത് ചില ഇടങ്ങളില് സ്റ്റാഫുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണം. അപ്പൊ ഇദ്ദേഹം പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ സ്റ്റാഫുകളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ആളുകളൊന്നും ആയിരിക്കരുത് ഈ ഒരു പൊസിഷനിലേക്ക് വരേണ്ടത്. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനും അതിന് ടീച്ചർമാരെ ഏബിൾ ആക്കുന്നു. ടീച്ചർമാർ ആ ടീമുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. സപ്പോർട്ടീവാണ്, ഫ്രണ്ട്ലി ആണ്, വളരെ ജനറസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കേപ്പബിലിറ്റീസും ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു ടീം സ്പിരിറ്റ് അത് കീപ്പ് ചെയ്യുന്നു.
പിന്നെ ഓണസ്റ്റി ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, പിന്നെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം. ആളുകൾക്ക് പലതും പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും അത് സ്റ്റാൻഡേർഡ് വേയിലും ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് മുഴുവൻ വരുന്നത്. ഓക്കെ, അപ്പൊ സോ ആ ഒരു ലെസന്റെ എൻഡ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്ക് ഓരോ ലെസണിൽ നിന്നും മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. കാരണം പ്രീവിയസ് ബാച്ചിലൊക്കെ കുറച്ച് 10, 12 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 6th ബാച്ച് ഓൺവേർഡ്സ് നമ്മൾ എന്തായാലും ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് എക്സാം മോഡലൊന്നും വെക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും. ജസ്റ്റ് വായിച്ചു നോക്കുക. പിന്നെ പ്രീവിയസ് ബാച്ചിന്റെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യായിരിക്കും. മേ ബി എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും അല്ലെ, അവരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടാവും, പരിചയമുള്ളവരുണ്ടാവുമല്ലോ. അപ്പൊ 1 or 2 നമ്മൾ ഷെയർ ചെയ്തോളൂ വിത്ത് ആൻസർ കീസ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശരിക്കും PGയുടെ പേപ്പറിന് മിക്കവർക്കും 5th റിസൾട്ട് വന്ന പിള്ളേർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്കവർക്കും 90ക്ക് മുകളിലാണ് മാർക്ക്. കുറെ പേർക്ക് 2 സബ്ജക്റ്റിനും 100 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് PG സ്കോർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ വായിച്ചാൽ മാത്രമല്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം ആൻസർ ഏതാന്നുള്ളത്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല PGയുടെ കാര്യത്തില്. ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് 7 എടുത്തു അല്ലെ, 7ലേക്ക് എടുത്തത് 5 അല്ലേ എടുത്തത്. 7 ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ആ ഒരു ടൈറ്റിലിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലാവുന്ന പറ്റും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് ആലോചിച്ചു. ഒരു സ്കൂള്, ആ സ്കൂളിന്റെ പ്രവർത്തന രീതി എന്താണ്? ഞാൻ കോളേജ് യൂണിവേഴ്സിറ്റിയിലേക്കൊന്നും പോകുന്നില്ല. ചെറിയൊരു സ്കൂള്, ആ സ്കൂൾ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? പങ്ക്ച്വാലിറ്റി ആണോ മാം? ആ, പങ്ക്ച്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കണക്ട് ചെയ്യാമോ? ടൈമിങ്. യെസ്, ടൈമിങ്. അപ്പൊ ടൈം ടേബിൾ എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ. ക്വാളിറ്റി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ടൈം ടേബിൾ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു, മോണ്ടിസോറിയുടെ ടൈം ടേബിൾ ഇല്ലല്ലോ, പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ മെത്തേഡ് വേറെ, ഇത് നമ്മൾ അല്ലാതെ പറയുവാണല്ലോ. അപ്പൊ ടൈം ടേബിൾ വളരെ ആവശ്യമാണ്. ഈ ടൈം ടേബിൾ ഇല്ലാതെ ഒരു സ്കൂളാണെങ്കിൽ ആകെ തകിടം പറഞ്ഞു പോകും അല്ലെ. ഞാനിപ്പോ ക്വാളിറ്റി മാനേജ്മെന്റിലെ ഒരു ഫീച്ചറായ ടൈം ടേബിളിനെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ആ ഒരു ടൈം കുട്ടികളെല്ലാം കറക്റ്റ് ടൈം കീപ്പ് ചെയ്യും. രാവിലെ സ്കൂളിൽ വരേണ്ട ടൈം, ഓരോ ക്ലാസിന്റെ ടൈം, അത് കഴിഞ്ഞ് ബ്രേക്ക് കൊടുക്കുന്ന ടൈം, ലഞ്ചിന് പോകുന്ന ടൈം, PT പീരീഡ് അതിന്റെ ഒരു ടൈം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആ ഒരു ടൈം. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണമെങ്കിൽ ഒരു ടൈം ടേബിൾ ആവശ്യമാണല്ലേ. അല്ലെങ്കിൽ അവിടെ ഒരു സിസ്റ്റം, ആ ഒരു സിസ്റ്റമാറ്റിക് എന്നുള്ള രീതിയിൽ ആ ഒരു ഷെഡ്യൂൾ കറക്റ്റ് ആവില്ല. അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്, എഡ്യൂക്കേഷനിന്റെ ക്വാളിറ്റി മാനേജ്മെന്റിലെ ഒരു ഫാക്ടറാണ് നമ്മളിപ്പോ പറഞ്ഞ ടൈം ടേബിൾ. ഞാൻ പറയാം അതിനു മുമ്പ് ജസ്റ്റ് എന്താ കാര്യം. പിന്നെ വേറെ എന്തെല്ലാം നമ്മൾ ക്വാളിറ്റി കാണിക്കേണ്ടത്? ഡിസിപ്ലിൻ, ടീച്ചിങ്ങിലെ ഡിസിപ്ലിൻ, പിന്നെ പേഴ്സണാലിറ്റി. നമ്മള് ഏതൊരു കോഴ്സിനും, ഇപ്പൊ നിങ്ങളുടെ കോഴ്സ് ആണെങ്കിലും ഇതിന്റെ ഒരു ഇവാലുവേഷന് വേണ്ടിയിട്ട് എന്ത് മെത്തേഡാ? യൂണിഫോം എന്ത് മെത്തേഡാ ഉപയോഗിക്കുന്നത്? ഇത് അസസ് ചെയ്യാൻ, നിങ്ങളത് പഠിച്ചോ എന്ന് അസസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? എക്സാംസ് അല്ലേ? എക്സാം ഉണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, മോക്ക് ടെസ്റ്റ്, പിന്നെ ടേം എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് ഇപ്പൊ തുടങ്ങും, പിന്നെ ലാസ്റ്റ് ഒരു മെയിൻ എക്സാമിനേഷൻ, പിന്നെ നമ്മളുടെ ഒരു വൈവ. അതായത് അതൊരു ക്വാളിറ്റി അനാലിസിസ് ആണല്ലേ. ആ ഒരു മെത്തേഡ് എക്സാം എന്ന് പറയുന്നത് ഒരു ക്രൈറ്റീരിയ ആണ്, ആ ഒരു ക്വാളിറ്റി അനാലിസിസ്. ഓക്കെ, ഇത് എക്സാംസ് വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഇന്ററാക്റ്റീവ് സെഷൻ, നമ്മൾ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നു, ചിലര് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നു, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് കോഴ്സാണോ അതിനനുസരിച്ചുള്ള
കുറേ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. ഇപ്പം ഇത് MBBS അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, വിസിറ്റ് അല്ലെ, അവർ വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോടും പറഞ്ഞു, സർവേ ചെയ്യാൻ പറഞ്ഞു. വിസിറ്റ് ചെയ്യോ, പറ്റാത്തവർ ഫോണിലൂടെയൊക്കെ അല്ലേ സർവേ ചെയ്തേ. നമ്മൾ വിസിറ്റ് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം നമ്മളുടെ ആ ഒരു സിസ്റ്റത്തിന്റെ ഓരോ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ടൂൾസ് ആണ് അല്ലെ. ശരിക്കും പരീക്ഷ എന്ന് പറയുന്നത് ഇപ്പോ അസൈൻമെന്റുകൾ തന്നു. ആക്ച്വലി അസൈൻമെന്റ് നമ്മൾ മാർക്കിനെ പ്രയോറിറ്റൈസ്, മാർക്ക് ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അസൈൻമെന്റിൽ നിന്ന് അല്ലെ. അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരുന്നു തന്നത്. ഇമ്മ്യൂണൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ടീച്ചർ നിങ്ങളോട് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അത് ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലാവും, ഈ ഒരു പ്രായത്തിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ കുട്ടിക്ക് ആ പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ആ പ്രായമായി വരണ്ടാവും. ചിലര് കുട്ടിയെ എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലര് മാരേജ് ആവാൻ പോകുന്നവരുണ്ടാവും. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്. അപ്പൊ നമുക്കത് നോക്കുമ്പോൾ ഇതെല്ലാം ഈ ഒരു വാക്സിനേഷൻസ് ഒക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ ഓരോ ഫീൽഡിനെ കുറിച്ചും ഓരോ അറിവുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. കഴിഞ്ഞ ദിവസം കീം എൻട്രൻസിന്റെ റിസൾട്ട് വന്നല്ലോ. പൊതുവെ കുട്ടികൾ ടോപ്പ് മാർക്കിൽ വരും, അങ്ങനെ 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 പല പല റാങ്കിൽ വരും, അങ്ങനെ ഇങ്ങനെ. അപ്പൊ അതില് ഹസ്ബൻഡ് ഇന്നലെ പറഞ്ഞു, ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ആർക്കാന്നറിയാൻ ചോദിച്ചു. ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ. അപ്പൊ ഹസ്ബൻഡ് അങ്ങനെ ചോദിച്ചപ്പോ ഇനി അറിയാവുന്ന ആരെങ്കിലും ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ കൂടെ എഞ്ചിനീയറിംഗ് പഠിച്ച ഭയങ്കര ഒരു ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു, ഷിനോജിന്റെ മോനാണ് ജോണിനാണ് ഇതില് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കുട്ടി അത്ര നല്ല, പക്ഷെ അവൻ ഗാന്ധിനഗർ IIT ജോയിൻ ചെയ്യാൻ പോകുന്നു അങ്ങനത്തെ രീതിയിൽ. പക്ഷെ ആ കുട്ടി എന്തൊരു കൂളായിരുന്നു. ആദ്യത്തെ 20 റാങ്കിൽ വരും വിചാരിച്ചു, റിസൾട്ട് വരാറായപ്പോഴൊന്നും ഇവരതിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. ഒരു ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് റാങ്ക്. അപ്പൊ അങ്ങനെ കേട്ട സന്തോഷമായി. ആ കുട്ടി വളരെ കാഷ്വൽ ആയിട്ട് ആ കാര്യം പറയുന്നത്. അവൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി അവനറിയാം. അവൻ എക്സാം എഴുതിയതിനെ പറ്റി അവനൊരു ധാരണ ഉണ്ടായിരുന്നു കാണുമായിരിക്കും. രണ്ടാമത്തെ റാങ്ക് കിട്ടിയതെന്ന് രണ്ടാമത്തെ റാങ്ക് അവന് വളരെ സന്തോഷമായി. അപ്പൊ സെക്കൻഡ് റാങ്കിന് പകരം അവനൊരു 10th റാങ്ക് ഒക്കെ ആണെങ്കിൽ അവന് വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ സെക്കൻഡ് റാങ്ക് കിട്ടിയപ്പോ ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ലല്ലോ അവിടുത്തെ വിഷമം വന്നു. അപ്പൊ അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ആണല്ലേ നമ്മുടെ മാർക്ക് കിട്ടിയപ്പോ. ഈ നമ്മുടെ കൂടെ തന്നെയുള്ള പലരും ഭയങ്കര ടെൻഷൻ അടിച്ച് പരീക്ഷയ്ക്ക് എഴുതാൻ പോയിട്ടുണ്ട്. പറഞ്ഞ പോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, പല പല പേഴ്സണൽ ഇഷ്യൂസ് കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പരീക്ഷ എഴുതി റിസൾട്ട് വരുമ്പോഴേക്കും ഇതുപോലെ വളരെ കൂളായിട്ട് എനിക്ക് 70% കൂടുതൽ കിട്ടി. കാരണം അവരുടെ സന്തോഷം 100 കിട്ടിയ പോലത്തെ ഒരു സന്തോഷം അവർ പങ്കുവയ്ക്കുക. കാരണം അവര് ജയിക്കുന്ന ഞാൻ പ്രതീക്ഷയില്ല മിസ് അങ്ങനെയൊക്കെയാ പറയുന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ഒരു മൈൻഡ് സെറ്റ് ആണല്ലേ. അവരുടെ ഒരു സെൽഫ് അനാലിസിസ് നടത്തിയിട്ടുണ്ടാവും, സെൽഫ് ഇവാലുവേഷൻ. ഞാൻ എത്രയും ചെയ്തിട്ടുണ്ട്, സോ എത്ര ക്വാളിറ്റിയോട് കൂടിയാണ് ഞാൻ ചെയ്തതെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ പെർഫോമൻസിനനുസരിച്ച് എനിക്ക് ഇതായിരിക്കും കിട്ടുക, അങ്ങനെയുള്ളത്. അപ്പൊ അങ്ങനെ ഓരോ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ്. ചിലര് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമ്മളുടെ ബാച്ചിൽ തന്നെ ഭയങ്കര ടെൻഷനുള്ള ഒരു കുട്ടിയുണ്ട്, കരയും. അത് പറഞ്ഞിരുന്ന കരയും. ഇപ്പൊ കുറെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കരയുന്നു, ഒരു സാധു നിഷ്കളങ്കയായതാ. അപ്പൊ ഇങ്ങനെ ധൃതി പിടിച്ച് സ്ക്രോൾ ചെയ്യുമല്ലോ നമ്മൾ ഈ മാർക്ക് ചെയ്ത് പോകുമ്പോ. 1 മണിക്കൂറുണ്ട്, ഇനഫ് ടൈം, മോർ ദാൻ ഇനഫ് ടൈമാ. സ്ക്രോൾ ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാല് ചില സമയത്ത് നമ്മള് ടെൻഷൻ പിടിച്ച് ചെയ്യുമ്പോൾ ടച്ച് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ കൊടുത്ത ആൻസർ ഒക്കെ ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു മെയിൻ എക്സാം കഴിഞ്ഞപ്പോ. എന്റെ കുറെ തെറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ എന്നാണ്, ഭയങ്കര കരച്ചില്. ആ കുട്ടിക്ക് ഏകദേശം 98% മാർക്ക് ഉണ്ട്. അപ്പൊ അതിന്റെ സന്തോഷം കാണും. ഇതൊക്കെയാണ് ഇങ്ങനെ പേടിച്ച് വൈവ സമയത്ത് വന്നിട്ടേ എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം പറഞ്ഞ വർക്കെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വന്നിട്ട് വൈവയൊക്കെ കഴിഞ്ഞു. ഭയങ്കര ടെൻഷനായിരുന്നു വൈവയ്ക്ക് വരെ. വൈവ കഴിഞ്ഞപ്പോ ഉടനെ എന്നോട് ചോദിക്കുക എനിക്ക് എത്ര മാർക്ക്. ഞാൻ പറയില്ലാന്നോ. വൈവ കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിക്കുക മാർക്ക് എത്ര കിട്ടി. അപ്പൊ നമ്മളിതാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് നമുക്ക് കുറെ ക്വാളിറ്റി. ഇപ്പൊ ഞാൻ ആ വൈവ കഴിയുന്ന ഉടനെ മാർക്ക് പ്രസന്റ് ചെയ്ത എന്ത് ക്വാളിറ്റിയാണത്? അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. കുറെ പേര് ചോദിച്ചു വൈവയുടെ മാർക്ക്
നിങ്ങളുടെ തിയറി എക്സാമിന്റെ മാർക്ക് വന്ന പോലെ വൈവയുടെ മാർക്ക് ഔട്ട് ചെയ്യില്ലെന്ന് ചോദിച്ചു. അത് ചെയ്യില്ല. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കിട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് അറിയും. അപ്പൊ ഓരോ സിസ്റ്റത്തിനും എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈനിലെ ലിമിറ്റേഷൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു ബാച്ചിലേക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്ക് ഇടുമ്പോൾ അപ്പൊ തന്നെ അവര് ഷെയർ ചെയ്യും അടുത്ത ബാച്ചുകളിലേക്ക്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഷെയർ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് എത്രയൊക്കെ നമ്മള് അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്താലും ഈ മറ്റുള്ളവരത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, നമ്മൾക്ക് എത്രത്തോളം നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ചെറിയ ക്ലാസ്സിൽ നമ്മൾ കാണാതെ പഠിച്ചിരുന്നു ചില കാര്യങ്ങൾ, അതായത് ഇയർ, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളുടെ പേരുകൾ, അതൊക്കെ ഓക്കെ, നോ പ്രോബ്ലം. അതൊക്കെ ജസ്റ്റ് മെമ്മറൈസ് ചെയ്തിട്ട് പിന്നെ മറന്നാലും നമ്മളെ ബാധിക്കില്ല. പക്ഷെ നമ്മുടെ ലൈഫിലും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ചില കാര്യങ്ങൾ അതാണ്. ആ ഒരു പ്രോപ്പർ വേയില് നല്ല ക്വാളിറ്റിയോട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ശരിക്കും എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ വരുന്നത്. അതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷന്റെ എയിം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് പ്രൊഡക്റ്റീവായ കുറെ സിറ്റിസനെ നമ്മൾ പ്രോഡക്ട്സ്, അതായത് ഇപ്പൊ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ അവർ പ്രോഡക്ട്സ് ആണല്ലേ ആ കോളേജിന്റെ. അപ്പൊ അത് പ്രൊഡക്റ്റീവായ സിറ്റിസൺസ്, ജീവനുള്ള പ്രോഡക്ട്സ് എന്ന് പറയുന്ന പോലെ അതാക്കി എടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? കുട്ടികളാണ് കസ്റ്റമേഴ്സ്. അവരുടെ നീഡ്സ്, അവരുടെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, അവരുടെ ലീഡർഷിപ്പ്, ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് ഇൻ ദ സിസ്റ്റം, ഫിയർ റിഡക്ഷൻ, പേടി എന്ന് പറയുന്ന ഒരു സംഭവം. ഇവിടെ നമ്മുടെ ഇതിലും എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. പരീക്ഷയാകുമ്പോൾ ഒരു പേടി, അത് നാച്ചുറലായി നമുക്ക് സംഭവിക്കുന്നതാ. കാരണം നമ്മൾ എക്സാംസിനെ പണ്ട് തുടങ്ങി ചെറുപ്പം തുടങ്ങി പേടിച്ചിട്ടുണ്ട്. പേടി, പിന്നെ വൈവ, ആദ്യമായിട്ടായിരിക്കും വൈവ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ. വേണമെങ്കിൽ പുറത്തുനിന്നുള്ള സ്റ്റാഫിന്, സാധാരണ അങ്ങനെയാണ്, എക്സ്റ്റേണൽ ആണ് വന്ന് വൈവ ചെയ്യുന്നത്. സാറാണ് പറഞ്ഞത്, ജയദേവ് സാർ പറഞ്ഞത് നമുക്ക് അങ്ങനെ കുട്ടികളെ പേടിപ്പിക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് അവർക്ക് മോണ്ടിസോറി മെത്തേഡ് ആ കൺസെപ്റ്റ് അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ, അവർക്ക് കുഞ്ഞുങ്ങളെ അവരുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ വളരെ സേഫ് സെക്യൂർ ആണെന്ന് എനിക്കൊരു ഉറപ്പ് വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വൈവ ചെയ്യണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. സാറാണ് ടീച്ചറുടെ ഫ്രീഡം, ടീച്ചർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നോട് കുഴപ്പം ഒന്നും പറഞ്ഞില്ല. ഓക്കെ, സോ അതേ ഉള്ളൂ കേട്ടോ നമ്മളിവിടെ വൈവാന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടെൻഷനൊന്നും വിചാരിക്കണ്ട. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യാം. ഞാൻ പറ്റാത്ത ആളുകളുടെ കാര്യമായിട്ടോ പറഞ്ഞത്, അല്ല ബുദ്ധിമുട്ടുകൾ കൊണ്ടും സമയത്ത് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക. വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് ചോദിക്കുക. പിന്നെ കൂടെ ബാച്ചിലുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോ അസൈൻമെന്റ്, സെമിനാർ, പിന്നെന്താ നമ്മുടെ സർവേ, ഇത് പലർക്കും റിപ്പോർട്ടായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാകില്ല എന്ന് കരുതി ചെയ്യാതിരിക്കണം എന്നല്ല കേട്ടോ പറയണേ. ഭയങ്കര ഒച്ചയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ഒരു വൈവയുടെ ടൈം ആകുമ്പോൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, പകുതി വഴിയിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനത് പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷെ അങ്ങനെ ഒരു ചെയ്യാൻ പറ്റാത്ത, അത്രയും പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കുവാണെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ്, അത് നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടു, വായിച്ചു, നിങ്ങളുടെ മനസ്സിലേക്ക് പലതും വന്നു. അപ്പൊ അതൊന്ന് ചോദിക്കുമ്പോൾ അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അറ്റ്ലീസ്റ്റ് അതെങ്ങനെ ചെയ്യണം. കാരണം സർവേ ചെയ്യാതെ കുറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരോട് ചോദിച്ചു, നമ്മൾ ഇന്നത്തെ കാലത്ത് കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം, ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ എന്താണ് അഭിപ്രായം, ഒരു ടീച്ചർ ആവുകയാണെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എന്താണ് അഭിപ്രായം. അപ്പൊ എന്ത് ഭംഗിയായിട്ട് എല്ലാവരും പ്രസന്റ് ചെയ്തത്. നമ്മളവിടെ അവർക്ക് ചെയ്തവരെ വെച്ച് നോക്കുമ്പോൾ മാർക്ക് അല്പം കുറച്ചെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് കരുതി ഞാൻ നിങ്ങളോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് എന്ന് കരുതി അപ്പൊ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് വരരുത്. നമ്മൾ ഇതൊക്കെ ചെയ്തു വെക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാ, മാർക്കിന് വേണ്ടിയിട്ടല്ല. അപ്പൊ പിന്നീടാണെങ്കിലും അതെല്ലാം ചെയ്ത് കീപ്പ് ചെയ്യാം സമയം അനുസരിച്ച്. ഓക്കെ,
പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ, അതായത് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പം ഗ്രീഷ്മ വളരെ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഷെയർ ചെയ്യാൻ ഒരു മടിയും കാണിച്ചില്ല, അതൊരു ബോൾഡായിട്ട് തന്നെ പറഞ്ഞു. അതുപോലെ ബുദ്ധിമുട്ട് വന്നവരെ പേഴ്സണലി അറിയിക്കുവാണെങ്കിൽ ചിലപ്പോൾ എല്ലാവരോടും പറയാൻ ഇഷ്ടമുണ്ടാവില്ലായിരിക്കും നമ്മളുടെ പ്രശ്നങ്ങള്. അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ പേര് പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് എന്റെ ടൈമിലേക്ക് ആ സ്ലോട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ടീച്ചർമാരോടും നിങ്ങൾ തന്നെ പറയണ്ടേ, അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ വേണമെങ്കിൽ ഒന്നാക്കി തരാം. പക്ഷെ അതിന് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം, അല്ലാതെ ഞാൻ അറിയില്ലല്ലോ. അങ്ങനെ കുറെ പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേര് അണ്ടർ ട്രീറ്റ്മെന്റിലൊക്കെ ഉണ്ട്. ലൈഫ് ത്രെറ്റനിങ് ഇൽനെസ് ആയിട്ട് ട്രീറ്റ്മെന്റിൽ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പരീക്ഷ എഴുതിയവരൊക്കെ ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ റേഡിയേഷനും കീമോ ആയിട്ട് വൈവ ടൈമിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ പേഴ്സണലി മറ്റുള്ളവരോട് പറയാൻ ചിലപ്പോൾ വേറൊന്നുമല്ല, സിമ്പതൈസ് ചെയ്താലോ എന്നുള്ള അത് താല്പര്യമില്ലല്ലോ ആർക്കും. എന്റെ നമ്പർ അറിയില്ല ഗ്രീഷ്മ? ഓൾമോസ്റ്റ് എല്ലാ ബാച്ചിലും എന്റെ നമ്പർ ഉണ്ട്. ഗ്രൂപ്പിൽ ചോദിച്ചറിയാം. ഗ്രീഷ്മ ഗ്രൂപ്പുമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഈ നമ്പർ എന്തായാലും ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. പ്ലീസ് കോണ്ടാക്ട് മീ കേട്ടോ. എന്നെ കോൾ ചെയ്യാനോ വാട്സപ്പ് ചെയ്യാനോ നമ്പർ അതാണ്. മെസ്സേജ് അയക്കുമ്പോൾ ആരാണ്, പേര്, ഏത് ബാച്ചാണെന്ന് പറഞ്ഞാലും എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. കോൾ ചെയ്യുമ്പോൾ ഭയങ്കര മിക്കവാറും നമുക്ക് എടുക്കാൻ പറ്റാത്ത, ചിലപ്പോൾ ക്ലാസ്സിൽ കയറാൻ പോകുമ്പോഴായിരിക്കും കോള് വരുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാറാവുമ്പോഴേക്കായിരിക്കും. എന്നാലും പ്ലീസ് ഡു കോണ്ടാക്ട് മീ. കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ ഈ കോഴ്സിന്റെ ക്വാളിറ്റി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഈ ഒരു PDF മാത്രമാണോ നമ്മൾ പറഞ്ഞു പോയത്? ഇത് PG യുടെ മാത്രമല്ല കേട്ടോ, മറ്റ് സബ്ജക്ട് നമ്മൾ എന്തോരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലെ ക്ലാസ്സില്. നിങ്ങളുടെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തു, സെമിനാർ ടോപ്പിക് തന്നപ്പോ എത്ര ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മളുടെ ആ ക്വാളിറ്റി, സെമിനാർ പ്രസന്റ് ചെയ്ത് പലരും പ്രസന്റ് ചെയ്തപ്പോ ചിലർക്ക് PDF വായിക്കേണ്ട പോലും വന്നില്ല, അതിനും നല്ല പോലെ ക്ലിയർ ആയി എന്നൊക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മളുടെ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതിന് ടീച്ചേഴ്സ് മാത്രമല്ല ബാധ്യസ്ഥര്, സ്റ്റുഡൻസും ബാധ്യസ്ഥരാണല്ലേ. സ്റ്റുഡൻസിന് എങ്ങനെ വേണമെങ്കിലും പരീക്ഷ എഴുതാം, കോപ്പി അടിക്കാം, പഠിക്കാതെ വന്ന് എങ്ങനെയും ചെയ്യാം അല്ലെ. പക്ഷെ എനിക്കിത് വേണം എന്നൊരു ഫീൽ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അവൻ അവന്റെ ക്വാളിറ്റി കാണിച്ചിരിക്കും, അവന്റെ പെർഫോമൻസ്. ഓക്കെ, ഇതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് കരുതുവാണെങ്കിൽ ആ സ്റ്റുഡൻസിന്റെ നീഡ്സ്, കസ്റ്റമർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കേണ്ടത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു കടമയാണല്ലേ. അവരുടെ പ്രോബ്ലംസ്, അവർക്ക് എന്തൊക്കെയാണോ, എന്തെങ്കിലും അവർക്ക് പേടിയോടെ വരുന്നത്, പേടി കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ റെക്കഗ്നീഷൻ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാം, അതുപോലെ റിവാർഡ് കൊടുക്കാം, പിന്നെ ടീം വർക്ക് ബിൽഡ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും. ക്ലാസ്സിൽ ആദ്യമായിട്ട് 20 കുട്ടികൾ വന്നു, ഇവർ തമ്മിൽ പരിചയം ഉണ്ടാവില്ല. ചില ടീച്ചർമാരുണ്ട്, അവര് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാക്കാനായിട്ട് ചില ആക്ടിവിറ്റീസ് ഗ്രൂപ്പായിട്ട് കൊടുക്കും, അങ്ങനെ അവര് തമ്മിൽ പരിചയമാവും. പിന്നെ ക്ലാസ്സിന്റെ രീതി അങ്ങ് മാറും, അറ്റ്മോസ്ഫിയർ അങ്ങ് മാറും, ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും പിന്നെ ഒരു ക്ലാസ്സിൽ. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ, നമുക്ക് സ്കൂൾ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ ഫോക്കസ് ചെയ്യാം. കോളേജ്, യൂണിവേഴ്സിറ്റി ഒക്കെ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഒരു സ്കൂളിന്റെ ക്വാളിറ്റി, അതായത് സ്കൂളിന്റെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ റിസൾട്ടിൽ തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾക്കറിയാം റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം എഴുതുമ്പോൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതുന്നതിന്റെ ഒപ്പം എൻഹാൻസ് ചെയ്ത് എഴുതുന്നതാണ് കുട്ടി പഠിച്ച സ്കൂള്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മോൻ 3 സ്കൂളിലായിട്ടായിരുന്നു പഠനം, ആ 3 സ്കൂളിന്റെ പേരുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ആ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് അവൻ പഠിച്ച സ്ഥലങ്ങളിലെ ക്വാളിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവന്റെ ആ ഒരു അച്ചീവ്മെന്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവൻ എക്സ്ട്രാ എന്തെങ്കിലും ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ, അവരും അവകാശമായിട്ട് വരുമല്ലേ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ റിസൾട്ടാണ് ശരിക്കും ക്വാളിറ്റി ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ക്വാളിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്ന എൻഡ് റിസൾട്ട്, അതായത് കൺക്ലൂഷൻ, ഏറ്റവും അവസാനം വരുന്ന ആ ഒരു ഭാഗം കൺക്ലൂഷനുമായിട്ട് കണക്റ്റഡ് ആണ്.
അപ്പൊ റിസൾട്ട്, എൻഡ് റിസൾട്ട് അല്ലെങ്കിൽ കൺക്ലൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമുക്ക് വെറുതെ കുറെ കാര്യങ്ങൾ കുട്ടികളെ നിർബന്ധിച്ച് കാണാതെ പഠിപ്പിച്ച് മക്കപ്പ് ചെയ്ത് എൻഡ് റിസൾട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അവരെ പല പല ആക്ടിവിറ്റീസിലൂടെ അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്കുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് അല്ലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതൊരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആക്കി മാറ്റുക കുട്ടികളെ. അതാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ക്വാളിറ്റി മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഓരോ കുട്ടിയെയും വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആക്കി മാറ്റുക. ആ കുട്ടിക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ് മാത്രമല്ല വേണ്ടത്, സബ്ജക്ട് സ്റ്റഡിങ് അല്ല ശരിക്കും അവന് വേണ്ടത്. നമ്മൾ പറയാറുണ്ട് ലേണിംഗ് ആണ് നടക്കേണ്ടത് അല്ലെ. ആ ഒരു ലേണിംഗ് അത് എവിടെ അപ്ലൈ ചെയ്യണം, അത് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതും പിന്നെ അത് മാത്രമല്ല ഒരു കെയറിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം. അതായത് സഹജീവികളോട് ഒരു എമ്പതി, ആ ഒരു സഹാനുഭൂതി, അതാണ് എമ്പതിയുടെ കറക്റ്റ് ഒരു മലയാളം മീനിങ് തോന്നുന്നു. ആ ഒരു കെയറിംഗ് കേപ്പബിൾ ആയിട്ടുള്ള പേഴ്സൺ ആക്കി മാറ്റും. ആ ഒരു രീതിയിലാണ് കുട്ടികളെ മാറ്റിയെടുക്കേണ്ടതെന്ന് പറയുന്നത്. പിന്നെ സൊസൈറ്റിയുമായിട്ട് സിവിക് റെസ്പോൺസിബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. ഞാൻ ജീവിക്കുന്ന ഈ സൊസൈറ്റിയാണ്, ഈ സൊസൈറ്റിയോട് എനിക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, റെസ്പോൺസിബിൾ ആണ് ഞാൻ. അത് മനസ്സിലാക്കുന്ന ഒരു സോഷ്യൽ ബീയിങ് ആയിട്ട് ആ കുട്ടിയെ മാറ്റുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്യേണ്ടത്. ശരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു പാരഡിം ഷിഫ്റ്റ് നടക്കണം എന്നാ പറയാ. എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡൈസിലേക്ക് പോകണം, സ്റ്റാൻഡേർഡ് ഷിഫ്റ്റ്. പലപ്പോഴും ഓരോ വർഷം കഴിയുന്തോറും പല പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു പാരഡിം ഷിഫ്റ്റിലേക്ക് മാറണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പാരഡിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് പലപ്പോഴും എൻ്റെ ഒരു സാർ ഉണ്ടായിരുന്നു, സാറിന് പലപ്പോഴും സാറ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ സ്റ്റാഫിൽ നിന്നൊക്കെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. സാറ് പറയുന്നത് അതൊരു പാരഡിം ഷിഫ്റ്റ് ആയിരിക്കും ടീച്ചറെ. എന്ന് വെച്ചാൽ സാറ് കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ആകാനായിട്ട് യൂണിവേഴ്സ് സാറിനെ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നാണ് സാറ് പറയുന്നത്. പിന്നെ പഴയ ഓൾഡ് നോംസ് ആൻഡ് ബിലീഫ്, പഴയ കാര്യങ്ങളൊക്കെ അതൊക്കെ മാറ്റി അത് അപ്ഡേറ്റഡ് ആകുക, അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള അപ്ഗ്രഡേഷൻ. യെസ്, അത് തന്നെയാണ് അപ്ഗ്രഡേഷൻ നടക്കുക. ഓൾഡ് നോംസ് ബിലീഫ്സ് ഒക്കെ മാറ്റിയിട്ട് സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യണം. എങ്ങനെയാണ് അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ്, അതിന്റെയൊക്കെ കോപ്പറേഷൻ, റെസ്പോൺസിബിലിറ്റി, അവരെ അക്സെപ്റ്റൻസ്, റെക്കഗ്നിഷൻ, അതെല്ലാം വരണം. അതെല്ലാം ഇംപ്രൂവ് ആകണം. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് അതിനെ ഇംപ്രൂവ് ചെയ്യുക. എന്നും ഒരേ രീതിയിലുള്ള ക്ലാസ് റൂം, ഒരേ രീതിയിലുള്ള പഠന രീതി അതല്ല, മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യുക. പാരഡിം ഷിഫ്റ്റ് എന്ന് പറയുന്ന പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ഒക്കെ കുറെ കൂടെ ഇംപ്രൂവ് ആക്കുക. ഇനി ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ലാംഗ്വേജ് തന്നെയാണ് കേട്ടോ. ചില വേർഡ്സും തന്നെ ഉള്ളൂ, അത് മീനിങ് നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് വേർഡ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ പാരഡിം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുന്നു എന്നുള്ള കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണം. സ്റ്റുഡൻസിനാണെങ്കിലും ഫാക്കൾട്ടിക്കാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ, എക്സാമിനേഷൻ സിസ്റ്റം ആണെങ്കിലും കരിക്കുലം ഡെവലപ്മെന്റ് ആണെങ്കിലും ഫാക്കൾട്ടി ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും. ഈ ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വന്നെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മള് പഠിക്കുന്ന കാലം തുടങ്ങി കേൾക്കുന്ന ഒരു സംഭവമുണ്ട്, റീവാലുവേഷൻ എന്ന് പറയുന്ന കാര്യം അല്ലെ. ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ റീവാലുവേഷന്? ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കൊടുക്കാനുള്ള കാരണം എന്താ? നമ്മൾക്കൊരു കോൺഫിഡൻസ്, ഞാൻ അത് നല്ലപോലെ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് അത്രയും മാർക്ക് കിട്ടിയാൽ പോരല്ലോ എന്ന് തോന്നുന്നോണ്ടാണല്ലോ നമ്മൾ റീവാലുവേഷൻ കൊടുക്കുന്നത്. ഇത് എന്റെ മോൾക്ക് +2 CBSE ആയിരുന്നു, 92% ആയിരുന്നു. പക്ഷെ 92% ഉണ്ടെങ്കിലും അവൾക്ക് ഫുൾ A1 ഇല്ല. CBSE A1 എന്നാണല്ലോ പറയണത്, A+. ഞങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. അവള് എഫേർട്ട് എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയെന്ന് അവളും ഓക്കെയാണ്. അവളുടെ ഇംഗ്ലീഷ് ടീച്ചർ, ഇംഗ്ലീഷിനാണ് A1 കിട്ടാതിരുന്നത്.
ഇംഗ്ലീഷ് ടീച്ചർ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രണവി പേപ്പർ എടുപ്പിക്കാൻ പറഞ്ഞു. നമുക്ക് പേപ്പറിന്റെ PDF കിട്ടും, നമ്മൾ എഴുതിയ പേപ്പറിന്റെ PDF കിട്ടും. അതെടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ ടീച്ചർ പറഞ്ഞ കാരണം നമ്മളത് ചെയ്തു. കാരണം പ്രണവിക്ക് അതിന് മാർക്ക് കിട്ടും എന്നുള്ള ടീച്ചർക്ക് ഭയങ്കര കോൺഫിഡൻസ്. മേ ബി ക്ലാസ്സിലെ പെർഫോമൻസ് കണ്ടിട്ടും പഴയ എക്സാം എഴുതിയതൊക്കെ കണ്ടിട്ടായിരിക്കാം. അവൾക്ക് അവൾ ഓക്കെ ആയിരുന്നു മാർക്കിന്റെ ഒപ്പം. അതിന് A1 ഇല്ല, അതൊന്നും അവളെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞാലും നമ്മൾ പേപ്പർ എടുപ്പിച്ചു. ഒരു പേപ്പർ ഒരു സബ്ജക്ട് എടുപ്പിക്കുന്നതിന് 700 rupees ആട്ടോ ഫീ വരുന്നത്. പേപ്പർ എടുപ്പിച്ചു ടീച്ചർക്ക് അയച്ചു കൊടുത്തു. ടീച്ചർ ഓരോ ക്വസ്റ്റ്യനും നോക്കി അവൾ ചെയ്തിരിക്കുന്ന ആൻസർ വായിച്ചു നോക്കിയിട്ട് 3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളോട് പറഞ്ഞു. അത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാട്ടോ നമുക്ക് റീവാലുവേഷൻ കൊടുക്കുന്നത്. മുഴുവനായിട്ട്, അതായത് ഒരു ക്വസ്റ്റ്യന് 100 രൂപ, അങ്ങനെയാണ് റീവാലുവേഷന്. നിങ്ങൾക്ക് അതൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ 3 ക്വസ്റ്റ്യൻ ടീച്ചർ സെലക്ട് ചെയ്തു. മാർക്ക് കുറഞ്ഞ 3 ക്വസ്റ്റ്യൻ, ഇതില് പോയിന്റ്സ് വരും എന്ന് പറഞ്ഞ് ടീച്ചർ പറഞ്ഞിട്ട് ഞങ്ങൾ 3 ക്വസ്റ്റ്യനും റിവാലുവേഷൻ കൊടുത്തു. അപ്പൊ 90 കിട്ടി. 92 ആട്ടോ A1 എന്നുള്ളത്. എന്റെ ചേച്ചിയുടെ മോനും സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് 94.5 എങ്ങാണ്ട് ഉണ്ട്. അവനും സെയിം തന്നെ. ഇംഗ്ലീഷിന് A1 ഇല്ല, അവനും സെയിം 90. വേറെ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അവനെ. ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങൾക്ക് അവന് കിട്ടാത്തതിലായിരുന്നു ഞങ്ങൾക്ക് സങ്കടം. കാരണം അവൻ അത്രയും എഫേർട്ട് എടുക്കുന്ന കുട്ടിയാണ്. പ്രണവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫേർട്ട് എടുക്കും, അറ്റ് ദ സെയിം ടൈം എല്ലാ കുരുത്തക്കേടും ഉണ്ടാവും. അപ്പൊ അവന് ഈ പഠിത്തം എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു കുട്ടിയാണ്. അപ്പൊ അവന് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവനോട് പറഞ്ഞപ്പോ അവന്റെ ടീച്ചർ അങ്ങനെ കോണ്ടാക്ട് ചെയ്തൊന്നുമില്ല കേട്ടോ. അവൻ പേപ്പർ എടുപ്പിച്ചു. ഇതുപോലെ തന്നെ അവന്റെ ടീച്ചർക്ക് അയച്ചു കൊടുത്തു എന്നാണ് തോന്നുന്നത്. 4 ക്വസ്റ്റ്യൻ അവൻ റീവാലുവേഷന് കൊടുത്തു. മോള് 3 ക്വസ്റ്റ്യൻ കൊടുത്തു, അവൻ 4 ക്വസ്റ്റ്യൻ കൊടുത്തു. 2 പേർക്കും 2 മാർക്ക് കിട്ടും. ഒരേ മാർക്കാണ് 90. 2 മാർക്ക് കിട്ടിയാലാണ് റീവാലുവേഷൻ A1 കിട്ടുള്ളൂ. റിസൾട്ട് വന്നു. മോൾക്ക് 2 മാർക്ക് കിട്ടി. അവള് 3 ക്വസ്റ്റ്യൻസാ കൊടുത്ത് 2 മാർക്ക് കിട്ടി. അവന് 4 ക്വസ്റ്റ്യൻ കൊടുത്തു, 1 മാർക്കാണ് അവന് കിട്ടിയത്. അവന് A1 കിട്ടിയില്ല. ഇവൾക്ക് കിട്ടിയത് എന്ന് ഞങ്ങളെ ബാധിച്ചില്ല. പക്ഷെ അവന് കിട്ടാത്തതായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. അവന് ഭയങ്കര സങ്കടമായിരുന്നു. അവന് മാർക്കിനേക്കാളും ഫുൾ A1 എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള കുട്ടിയാണ്. ഇവള് നല്ല മാർക്ക് കിട്ടിയാൽ മതി, എനിക്ക് അതുപോലെ അത് ചിന്തിച്ചിട്ടുള്ളൂ. A1 എന്നുള്ളതിനെ പറ്റി ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഹസ്ബൻഡ് പറയുമായിരുന്നു ഇതൊരു സ്കാം ആണെന്ന് തോന്നുന്നു. കാരണം ഒരു ക്വസ്റ്റ്യന് 100 രൂപ, പിന്നെ പേപ്പർ എടുപ്പിക്കുന്ന 700 രൂപ, നല്ലൊരു എമൗണ്ട് വരുമല്ലേ ഇവർക്ക്. അപ്പൊ ഇതൊരു സ്കാം ആണോന്ന്, ഒരു പറ്റിക്കൽ പോലെ ഇതാണ് ഇങ്ങനെ കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അങ്ങനെ മാർക്ക് കൊടുത്ത് ജയിപ്പിക്കായിരുന്നില്ല ഇത്രയും. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എല്ലാ പിള്ളേരും റീവാലുവേഷൻ കൊടുക്കില്ലേ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്? ഇത് ആ എഴുതിയ പോയിന്റ്സിനായിരിക്കാം ചിലപ്പോൾ മാർക്ക് കിട്ടിയത്, നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കണത്. പിന്നെ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അവന് JEE എൻട്രൻസ് എഴുതിയ സമയത്ത് മെയിൻ എഴുതുമല്ലോ, ആദ്യം എഴുതുന്ന മെയിൻ അല്ലേ അത് എഴുതുന്നത്. അതിന് നല്ല സ്കോർ ആയിരുന്നു, 94% ഉണ്ടായിരുന്നു. രണ്ടാമത് അഡ്വാൻസ് എഴുതിയപ്പോ അവൻ ഭയങ്കര ടെൻസ്ഡായി. കാരണം എന്താണെന്ന് വെച്ചാല് പിന്നെ ഇച്ചിരി പാരന്റ് പ്രഷർ ഉണ്ട്. പാരന്റ് സമയത്ത് പ്രതീക്ഷ ഉണ്ട്, അതിന്റെ സ്ട്രെസ് കുട്ടിക്കുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കുറെ എൻട്രൻസ് എക്സാം എഴുതി, ഓരോരോ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പുറത്തുള്ളത്, അങ്ങനെ ഇങ്ങനെ കുറെ എഴുതി. അവസാനം അവൻ സാച്ചുറേറ്റഡ് ആയി, അവനൊന്നും പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഒരു കുട്ടിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കണം, അവന് എന്താണ് പറ്റുന്നത്. അവന് കാര്യം പഠിത്തം മാത്രം ശ്രദ്ധയുള്ള ഒരു കുട്ടിയെ, പക്ഷെ അവനങ്ങ് സാച്ചുറേറ്റഡ് ആയി. അങ്ങനെ കീമിന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും അവൻ ഒത്തിരി റാങ്ക് അങ്ങ് പുറകിലേക്ക് ആയിപ്പോയി. അപ്പൊ കുട്ടി ഇപ്പൊ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് ആലോചിച്ചു പോകും. +2 94% കിട്ടിയ കുട്ടി 1 വർഷം കളഞ്ഞു വീണ്ടും പഠിച്ച് എഞ്ചിനീയറിംഗ്. അപ്പൊ അങ്ങനെ അവന് നല്ല കോളേജ് കിട്ടണേ, ആ ഒരു ലാംഗ്വേജ് കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മള്. അപ്പൊ അങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഡൗൺ ആയി പോകും പലപ്പോഴും ചില സിസ്റ്റം വരുമ്പോൾ. അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് റിവാലുവേഷനിൽ മാർക്ക് കിട്ടുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ചില കാര്യങ്ങൾ. പലപ്പോഴും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് സമരം ചെയ്യുമായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോഴാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്റേണൽ എക്സാംസ് നടത്തും, കോളേജ് നടത്തുന്ന എക്സാം. ആ സമയത്ത് നമ്മൾ എഴുതുന്ന പേപ്പറിന്റെ കളർ യെല്ലോ കളർ ഉണ്ടാവും, പിങ്ക് കളർ ഉണ്ടാവും, ബ്ലൂ കളർ ഒക്കെയാണ് ഞങ്ങൾക്ക് എഴുതാനുള്ള പേപ്പർ തന്നെ.
ഏതോ ഒരു പയ്യൻ പഠിച്ചില്ല, മെയിൻ അവിടുത്തെ ഏതോ ഒരു ആള് എക്സാമിന് പഠിച്ചില്ല. അപ്പൊ അന്ന് കണ്ടുപിടിച്ചതാണ് ഇങ്ങനത്തെ പേപ്പർ വരുന്നു നമ്മളുടെ കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് ഹങ്കർ സ്ട്രൈക്ക്. അപ്പൊ അത് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ല ക്വാളിറ്റി, ഇപ്പൊ പിന്നത്തെ തുടങ്ങി ക്വാളിറ്റിയുള്ള പേപ്പർ പ്രൊവൈഡ് ചെയ്തു, നല്ല വൈറ്റ് നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ആക്ച്വലി കേട്ട കഥ അതായിരുന്നു, അവൻ അന്നത്തെ ദിവസം പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല, അത് കാരണം നടത്തിയ ഒരു സ്ട്രൈക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ അവിടെ സ്റ്റുഡൻസ് ഒക്കെ പറയുമായിരുന്നു. അപ്പൊ നമ്മളൊരു സിസ്റ്റത്തില് എന്തൊക്കെ ക്വാളിറ്റി രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യണം ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. അവർ സ്റ്റാൻഡേർഡ് അല്ലെ, കുട്ടികൾക്കെല്ലാം എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കൊടുത്ത് നേരത്തെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ എക്സാം നടത്തുന്നതിന് കാര്യമില്ലല്ലോ. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും ആ ഒരു രീതിയിൽ. അത് ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്താലും കുറെ ക്വാളിറ്റീസ് ഉണ്ടാവും. സോഷ്യൽ നീഡ്, സൊസൈറ്റിക്ക് വേണ്ടുന്ന രീതിയിലാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അല്ലെ, ഒരു എന്താ പറയാ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ബിസിനസ് സ്ഥാപനം, അവിടെ എന്താ അതും സോഷ്യൽ നീഡ് അല്ലേ, ആളുകൾക്ക് സോപ്പ് വേണം അല്ലെ. അങ്ങനെ എന്തിന്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ നീഡ്സ് ആണ്. അതിന് വേണ്ടുന്ന ഇപ്പൊ മോശമായ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സൊസൈറ്റിക്ക് ഹാർംഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ക്വാളിറ്റി, അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. നമ്മളുടെ സൊസൈറ്റിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ട് കുട്ടികളെ നമ്മൾ ഇറക്കുവാണ്. അപ്പൊ ആ ഒരു പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ജീവനുള്ള പ്രോഡക്ട്സ് ആണ്. അവര് നല്ല ക്വാളിറ്റി ഉള്ള നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളവരായി മാറണമെങ്കിൽ ആ സിസ്റ്റം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മളുടെ നാട്ടില് ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. മതപരമായിട്ടും നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലൊക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ദർ ഈസ് യൂണിറ്റി അല്ലെ. ഒരു പെരുന്നാൾ വരുമ്പോ, ഒരു ഉത്സവം വരുമ്പോ, അല്ലെങ്കിൽ ആഘോഷം വരുമ്പോ എല്ലാരും ഒരേപോലെ ആഘോഷിക്കുന്നു. സോഷ്യൽ എക്സലൻസ് ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പഠിച്ച് അതിനെപ്പറ്റി നോളജ് ഉണ്ടാകുന്നത് മാത്രമല്ല, അതിന്റെ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് വേറെ പലതുമാണ്. സോഷ്യൽ എക്സലൻസ് നമുക്കറിയാം, നമ്മളുടെ ഓരോ റിലീജിയനിലും വളരെ എന്താ പറയാ നിറയെ വാല്യൂസ് ഉണ്ട്, കുറെ എത്തിക്സ് ഉണ്ട്. ഇസ്ലാമിക് എത്തിക്സ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ എത്തിക്സ്, ഹിന്ദു എത്തിക്സ്, സോഷ്യലിസം, ഇതെല്ലാം ശരിക്കും ആ നമുക്ക് നല്ല എല്ലാവരിലും കൊടുക്കുന്ന എന്താണ് വാല്യൂസ് ആണ് അല്ലെ. നല്ല വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം ത്രൂ എഡ്യൂക്കേഷൻ ഇവരിലേക്ക് വരുവാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, ഇതുപോലെ സോഷ്യൽ എക്സലൻസ്, എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നു. അവർക്കറിയാം എല്ലാത്തിലും ഉള്ള നന്മയെ കുറിച്ച് അറിയാം കുട്ടികൾക്ക്. അവർ വളരുമ്പോൾ ഇത് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാരെയും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവര് ഇതിലൂടെയാണ് പഠിക്കുന്നത്. എല്ലാത്തിന്റെയും മെസ്സേജ് ഒന്നാണ്, അത് അവർ മനസ്സിലാക്കും. ദാറ്റ് ഇസ് സോഷ്യൽ എക്സലൻസ്. നെക്സ്റ്റ് നാഷണൽ എക്സലൻസ്. നാഷണൽ എക്സലൻസ് നമ്മളെല്ലാരും ഈ ഒരു കൺട്രിമാൻ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ പ്രോഡക്ട്സ് ആണല്ലേ. പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മളെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മള് ഒരു അപ്രൈറ്റ്നെസ്, അതായത് നമ്മുടെ ഹോണസ്റ്റ്, ആ ഒരു എല്ലാ ആളുകളും തമ്മിലൊരു ട്രസ്റ്റ്. ഇപ്പൊ ഈവൻ ഞാൻ നിങ്ങളോട് ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഞാൻ വന്നിട്ട് കുറെ പൊള്ളയായ കാര്യങ്ങൾ പറയാൻ പാടില്ല. ലൈക്ക് ഫോൾസ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരിക്കലും തരാൻ പാടില്ല. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്ത മുന്നിൽ വരുന്ന ഏറ്റവും ലൈവായി നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്നെയായിരിക്കും, എന്നെയും മറ്റുള്ള ടീച്ചേഴ്സിനെയായിരിക്കും. ഈ പറയുന്ന നമ്മുടെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, അവരെ നിങ്ങൾ എപ്പോഴും കാണുന്നില്ല. അവരും നമ്മളും തമ്മിലുള്ള ഒരു ചാനൽ ശരിക്കും ഞങ്ങൾ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഓണസ്റ്റ് ആയിരിക്കണം അതെ. ആ ഒരു എക്സലൻസ്, ആ ഒരു ഇത്, ആ തമ്മില് നമ്മളെല്ലാം ഈ കൺട്രിയിലുള്ളവരാണ്. സോ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ എഡ്യൂക്കേഷന്റെ കാര്യത്തിലും എഡ്യൂക്കേഷനെ പലപ്പോഴും ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് മീഡിയ വരാം. ഒരു ഫംഗ്ഷൻ നടന്നാൽ മീഡിയ വരാം, ഒരു പ്രശ്നം നടന്നാലും മീഡിയ വരാം. പിന്നെ നിയമപരമായി എടുക്കേണ്ട ചില കാര്യങ്ങൾ, അപ്പൊ മീഡിയ, ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആകാറുണ്ട്. അപ്പോ എന്ത് തന്നെയായാലും ട്രസ്റ്റ് വർത്തി എന്നുള്ളത് ആ വരുന്ന ഫെല്ലോ ബീയിങ്സ് ആര് തന്നെയായാലും അവരുമായിട്ട് നമ്മളൊരു ട്രൂത്ത്ഫുൾ ആയിരിക്കണം.
ലൈക്ക് ആ ഒരു രീതിയിൽ പോകുന്നത്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് പലപ്പോഴും ഈ ഒരു കാര്യം സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഓണസ്റ്റി, ട്രസ്റ്റ് വർത്തി, അതൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷനിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ആ ഒരു നാഷണൽ എക്സലൻസിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ മോർണിംഗ് അസംബ്ലി ഉണ്ട്, നാഷണൽ ആന്തം ഉണ്ട്, പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ വരുമ്പോഴേക്കും അതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ പല പബ്ലിക് ഫംഗ്ഷൻസ് വെക്കും. പിന്നെ ഓണം വരുമ്പോൾ ഓണം സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. പിന്നെ പലപ്പോഴും സ്കൂളുകളുടെ ഡിഫൻസ് ട്രെയിനിങ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, റെഡ് ക്രോസ് ഉണ്ട്, പിന്നെ SPC പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതെല്ലാം അവർ മനസ്സിലാക്കുവാണ്. നമ്മളിപ്പോ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കുറെ മൂല്യങ്ങൾ മനസ്സിലാക്കുവാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു കാര്യം വരും. ഓരോന്നും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അക്കാദമിക് എക്സലൻസ്, ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അക്കാദമിക് എക്സലൻസ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു. സോഷ്യൽ എക്സലൻസ്, ദാറ്റ് മീൻസ് നമ്മൾ ഡിഫറെന്റ് ബിലീഫ്സ്, ഡിഫറെന്റ് റിലീജിയൻ ഉണ്ട്. നമ്മുടെ ഓരോ റിലീജിയനിലും വളരെയധികം വാല്യൂസും എത്തിക്സും ഉണ്ട്. അതിന്റെ എല്ലാ വാല്യൂസും മെസ്സേജസും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശം. പിന്നെ നാഷണൽ എക്സലൻസ്, എല്ലാവരുമായിട്ട്, എല്ലാ മനുഷ്യരുമായിട്ടൊരു ട്രസ്റ്റ്, ഒരു ഓണസ്റ്റ് ആയിരിക്കണം. ആരെയും മിസ്യൂസ് ചെയ്യരുത്, ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, അവരെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാക്കരുത്. ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മള് ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിൽ അസംബ്ലി, നാഷണൽ ആന്തം, പല പബ്ലിക് ഫങ്ഷൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് കിട്ടും. അപ്പൊ ഇവര് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവർക്ക് ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ലായിരിക്കും. അപ്പൊ ആ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഇത് ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അക്കാദമിക് എക്സലൻസ്, നമ്മൾക്ക് എന്താ, കുട്ടികൾ നല്ല പഠിച്ച് അവരുടെ ഒരു ആസ്പിരേഷൻ, അവർക്കൊരു ഗോൾ ഉണ്ടാവുമല്ലോ, അവരെന്താണോ കരിയർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളതും കൂടി എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഫൗണ്ടേഷൻ സ്റ്റോൺ നമ്മളാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ ഫൗണ്ടേഷൻ തുടങ്ങുന്നത് നമ്മളുടെ കൂടെയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് കേട്ടോ. മറ്റേതിപ്പോ ഹൈസ്കൂളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ പഠിക്കും. അവർക്ക് ചിലപ്പോൾ സപ്പോർട്ടിന്റെ ആവശ്യം വേണ്ടില്ല, വല്ലപ്പോഴും ഒന്ന് ചെറിയ രീതിയിലൊരു പുഷിങ് മതിയായിരിക്കും. പക്ഷെ ചെറുപ്രായത്തിലോ നമ്മുടെ കൈകളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ടൈമാണ്. അതാണ് ഞാൻ ഇത്രയും പറയുന്നത്. നമ്മള് കുഞ്ഞുങ്ങളെ അതുപോലെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ജോബ്, പലപ്പോഴും കരിയർ ഗൈഡൻസ് കോഴ്സ് ഒക്കെ ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കും. അക്കാദമിക് എക്സലൻസ് അത് വരും. കുട്ടികൾ ആ സബ്ജക്ട്സ് അല്ലെങ്കിൽ ആ കോഴ്സ് പഠിച്ച് അവരെ പുറത്തേക്ക് ഇറക്കുക അല്ല, അതിലൂടെ അവരവരുടെ അച്ചീവ്മെന്റിലേക്ക് എത്തണം. അവരുടെ കരിയർ, അവരുടെ ഗോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തണം. എനിക്ക് എന്താക്കാൻ പറ്റും, ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാകണം. ഞാൻ ഈ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, സോ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ആ രീതിയിലുള്ള തോട്ട് അവരുടെ ഉള്ളിൽ വരും. ഇതൊക്കെയാണ്. ഇനി കുറച്ച് പോർഷൻസും കൂടി ഉള്ളൂ, നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാൻ പറ്റുന്ന വിചാരിക്കും. നിങ്ങൾ അതിനെ വായിക്കൂ. ഇനി വരുമ്പോ സമയം കിട്ടുവാണെങ്കിൽ റിമൈനിങ് പോർഷനും കൂടെ ഒന്ന് വായിച്ചിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ സൂപ്പർവിഷന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ബാക്കി ടീച്ചേഴ്സ് ഇത് ടോപ്പിക് എടുക്കുന്നതെന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ 4th ലെസണും ഈ ഒരു മോഡ്യൂളിലെ 4th തന്നെയായിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ വായിച്ചു നോക്കൂ. വായിക്കുമ്പോൾ കുറച്ച് ന്യൂ വേർഡ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ. എനിക്ക് ന്യൂ വേർഡ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അത് കുറച്ച് സ്റ്റാൻഡർഡൈസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ആ ഒരു ആപ്പിലിട്ട് നോക്കുമ്പോഴേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കറക്റ്റ് ആവും. 4th ലെസൺ ട്രാൻസാക്ടിങ് ദ കരിക്കുലം ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഡെവലപ്പിംഗ് ടീച്ചർ. ടീച്ചറുടെ ആ ഒരു ഇവാലുവേഷൻ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെസണാണ്. എല്ലാം സിമ്പിൾ തന്നെയാണ്. ചിലതൊക്കെ ഇങ്ങനെ കടല് പോലെ. ഫസ്റ്റ് ലെസൺ ആ പാവം അപർണ ടീച്ചറെ കൊണ്ട് എന്തിനാ എടുപ്പിച്ചത്? നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തല്ലേ? മിസ്സിന്റെ റിസ്കിൽ എടുക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ് അത് മിസ്സിന്റെ റിസ്കിൽ എടുക്കണമെന്നാ പറഞ്ഞത്. മനസ്സിലായില്ല. ദിവ്യ പറഞ്ഞ കാര്യങ്ങൾ എന്നോടൊന്ന് പറഞ്ഞുതരുമോ? ദിവ്യക്ക് ഓഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. മിസ്സിന്റെ റിസ്കിൽ തന്നെ എടുക്കുന്നതെന്നാ മിസ് പറഞ്ഞത്.
ആണോ? തെറ്റില്ല ദീപ. ഓക്കെ ദിവ്യ, അത് മനസ്സിലായി. ഓക്കെ, കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് 8 ബാച്ചിന് കുഴപ്പമുണ്ടാവില്ല. 6, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോഴ്സ് കഴിയേണ്ട ടൈമായി. അപ്പൊ ഓൾറെഡി നമ്മൾ എടുത്തതാണല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഒന്ന് ബ്രീഫ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തായാലും ചിലപ്പോ ഉറപ്പ് പറയണില്ല, മെയിൻ എക്സാമിന് മുമ്പ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യുമായിരിക്കും. ആദ്യമേ ഞങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് PG ക്ലാസ്, അതായത് ഫസ്റ്റ് PG ക്ലാസ്സിന് ആദ്യമേ പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ PG ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇനി ആദ്യമേ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കാരണം നമ്മള് ഭയങ്കരമായിട്ട് ഓടിച്ചിട്ട് പഠിപ്പിക്കാൻ താല്പര്യമില്ല. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്കത് വേണ്ടി വരും, അതാണ്. പക്ഷെ ഇതാ PGയുടെ കുറച്ച് കുട്ടികൾ ആ ക്ലാസ് മുൻപത്തെ ക്ലാസ്സിൽ കിട്ടാത്ത കുട്ടികളുണ്ട് ഇത്ര ഈ ബാച്ചില്. ഓ ശരി. അപ്പൊ ആ കുട്ടികൾക്ക് കൂടി വേണ്ടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ഓക്കെ, കുഴപ്പമില്ല. മാമിന് തീർക്കാൻ പറ്റിയില്ല എന്ന് എന്നോട് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു അടുത്ത ഏതോ ലെസൺ എടുക്കാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. ഓക്കെ, മോഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഈ 4ന്റെ അത്രയും കണ്ടന്റ്സ് പോലും ഇല്ല. നമ്മള് വീട്ടില് മെമ്പേഴ്സ് തമ്മിൽ എങ്ങനെ റിലേഷൻഷിപ്പ്, അതുപോലെ സ്കൂളും പുറത്തുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പാരന്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എത്ര വരെ എടുക്കാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. എന്തായാലും ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ദെൻ വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരുവാണെങ്കിൽ എനിവേ എക്സാമിന് മുമ്പ് ഒരു സെഷൻ കൂടെ തരാൻ ഞാൻ മാമിനോട് റിക്വസ്റ്റ് ചെയ്യാം, എന്റെ അടുത്ത്. അപ്പൊ എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്തൊക്കെ നോക്കൂ. എക്സാം വൈവാന്നൊക്കെ കൊടുത്ത് ടെൻഷൻ ആവണ്ട കേട്ടോ. താങ്ക് യു മാം. ടെൻഷൻ ഉണ്ടോ? Yes, of course. Thank you, ma'am. Thank you, miss. ഒരു കുഞ്ഞു ടെൻഷനൊക്കെ നിർത്താം. നമ്മൾ കുറെ ടെൻഷൻ വേണ്ട. Out of 100 200 ഉണ്ട് ടെൻഷൻ. അത് ശരി, അത് കൊള്ളാലോ. ദിവ്യയാണോ ടെൻഷൻ കണ്ടുപിടിച്ചത്? എനിക്ക് ചില സമയത്ത് സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ മിസ്സിന്റെ അടുത്ത് ചോദ്യം ചോദിക്കണമെന്നല്ലേ തോന്നിയത്. ദിവ്യ ഇങ്ങനെ കൺഫ്യൂഷൻ. ദിവ്യ പക്ഷെ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാട്ടോ. പക്ഷെ ദിവ്യ മൊത്തത്തില് കൺഫ്യൂഷനാണ്. മിസ്സേ താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Okay, thank you.